ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. വളരെ സന്തോഷത്തോടു കൂടിയാണ് രാവിലെ നമ്മൾ മോർണിംഗ് വൈബ്സ് ആരംഭിക്കുക. വേറൊന്നുമല്ല, ഇന്ത്യൻ ടീം ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ സംഘം എത്തി ഓൾറെഡി ഡൽഹിയിൽ ഇതാ ഇന്ത്യൻ ടീം അംഗങ്ങൾ ഓരോന്നായി വലിയ ആരാധകരുടെ ആർപ്പുവിളികൾക്ക് നടുവിലൂടെ ടീം ബസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിലാണ് ഡൽഹി വിമാനത്താവളത്തിലേക്ക് ഇന്ത്യൻ ടീം എത്തിയത്. ഇന്ന് നേരെ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള പ്രഭാത ഭക്ഷണം, അതിനുശേഷം മുംബൈയിൽ വലിയ സ്വീകരണം, റോഡ് ഷോ, അങ്ങനെ കാര്യമായി തന്നെ ഇന്ത്യൻ ടീമിന്റെ വിജയം അത് ആഘോഷിക്കുകയാണ് BCCIയും ക്രിക്കറ്റ് ആരാധകരും. ഡൽഹി വിമാനത്താവളത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടീം അംഗങ്ങൾ ഒന്നൊന്നായി ടീം ബസ്സിലേക്ക് കയറുന്നു. അവിടെ നിന്ന് ഇനി പ്രധാനമന്ത്രിയുമായുള്ള പ്രഭാത ഭക്ഷണത്തിനുള്ള യാത്രയപ്പാണ്. എന്നാൽ ഒരുപാട് ആരാധകർ ആ വേദിയിൽ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അതിരാവിലെ തന്നെ ടീം അംഗങ്ങളെ സ്വീകരിക്കാനായി. നൂറുകണക്കിന് ആരാധകരാണ് ഡൽഹിയിലെ വിമാനത്താവളത്തിലുള്ളത്. ലോകകപ്പുമായി എത്തിയ ഇന്ത്യൻ സംഘം ആ നേട്ടം നമുക്കറിയാം. 2011 വാങ്കഡെ സ്റ്റേഡിയത്തിലെ വിജയത്തിന് ശേഷം മറ്റൊരു ലോക കിരീടം സ്വന്തമാക്കിയ സംഘമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ വലിയ പരിപാടികൾക്ക് പദ്ധതി ഇടുന്നുണ്ട് BCCI. മറൈൻ ഡ്രൈവിൽ നിന്ന് നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയം വരെ ഒരു റോഡ് ഷോ അത് വളരെ ഭംഗിയായി നടത്താനുള്ള ആലോചനയിലാണ്. ഒരു ഓപ്പൺ ബസ്സിൽ തന്നെ ടീം അംഗങ്ങളുടെ വിജയാഘോഷം ഉണ്ടാകുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മെൻ ഇൻ ബ്ലൂ നീല നിറത്തിലുള്ള ബസ്സിൽ ട്രോഫിയുമായി നരിമാൻ പോയിന്റിലൂടെ മറൈൻ ഡ്രൈവിലൂടെ കടന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിലെത്തും. അങ്ങനെ ഒരുപാട് ആരാധകരെയും അവിടെ പ്രതീക്ഷിക്കുന്നു വാങ്കഡെ സ്റ്റേഡിയത്തിൽ. ഇന്ത്യൻ ടീമിനെ വരവേൽക്കുകയാണ് നാട്. വീര വരവേൽപ്പാണ് എന്നുള്ളതാണ് പ്രധാനം. ഒരുപാട് ആരാധകർ ഇന്ന് വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. രാവിലെ തന്നെ അവർ എത്തിയിരുന്നു. അവരുടെ ആവേശം നമുക്ക് പങ്കുവെക്കാം ഇതിനോടൊപ്പം തന്നെ. I am extremely happy. I think you can tell from our expressions that both of us are extremely happy and excited, and I just hope we get to see a glimpse of them. That is it. Yeah. I just hope that I get to see him for once. I saw him in the IPL match though previously, but right now I just wish to see him and I'll just cheer for him the loudest. 4 बजे इसने मुझे फोन कर दिया था, 8 बजे मुझे ऑफिस जाना है, पर मैं यहीं खड़ी हूँ इसके साथ अभी भी क्योंकि इसे देखना था और हम आ गए. ये सोई नहीं है, मैं सो गई थी. लेकिन बुमराह खुद बनाया ये मैंने विराट कोहली और रोहित शर्मा के स्केचेस. और वैसे तो मैं जम्मू से दिल्ली में रहता हूँ. अभी 4-4:30 बजे एयरपोर्ट आ गए थे. बस टीम इंडिया की एक झलक दिख जाए ट्रॉफी के साथ तो वही बहुत बड़ी बात होगी हमारे लिए. फाइनली जीती है ट्रॉफी. बहुत बड़ी बात है क्योंकि काफी साल के बाद जीते हैं ना, तो वो एक अलग फीलिंग आ रही है. जब पहले जीतते जा रहे थे तो आदत हो गई थी जीतने की, फिर बीच में ब्रेक लग गई, क्लोज आके हार रहे थे. अब फाइनली ट्रॉफी जीती है तो बहुत खुशी की बात है. We are proud of Team India team and we are all happy and waiting for Team India. So excited. मेरे पास शब्द नहीं बनाए. मैं सुबह से खड़ी हूँ यहाँ पे उनके लिए. यहाँ से मैं भाग रही हूँ कहाँ से आएंगे कहाँ से नहीं आएंगे. तो कब से आए, 3 बजे से आके खड़े हम लोग यहाँ पे. कब से फ्लाइट ट्रैक कर रहे, कहाँ पहुँचे. बहुत एक्साइटेड है सबके लिए. रोहित शर्मा, विराट कोहली, सूर्या भाई, सबके लिए बहुत आएंगे. एक्साइटेड हूँ, काफी एक्साइटेड हूँ. सुबह से खड़े हैं, वेट कर रहे हैं इंडियन टीम के लिए. And the minute I see them, I think I'm going to tell them, Team India will love you and we are so proud of you. Thank you for bringing the trophy back home. मैं बहुत ही ज्यादा खुश हूँ. एक्चुअली हम सब बहुत ज्यादा खुश हैं, इसलिए शायद इतनी देर से यहाँ पर हैं और एक्चुअली जस्ट वेट कर रहे हैं कि बस एक झलक ही दिख जाए, पर वो लोग दिख जाए क्योंकि उन्होंने हमारे देश को और मतलब पूरी कंट्री में इतनी अच्छी वो लेकर आए खुशी की लहर. मतलब वो जीते हैं तो उन्हें एक्चुअली उन्हें पता भी नहीं होगा कि उनके सिर्फ एक मैच जीतने से यहाँ पे लोग कितने खुश हैं. सो वेरी हैप्पी, प्राउड ऑफ देम एंड just I want to thank them that they won the World Cup. ലോകകപ്പ് നേട്ടത്തിൽ വിജയം അത് ആഘോഷിക്കുകയാണ് ഇന്ത്യൻ ടീം അംഗങ്ങൾ. കാണാം വിരാട് കോഹ്ലി ബസ്സിനുള്ളിൽ, മറ്റു ടീം അംഗങ്ങൾ ഒന്നൊന്നായി ബസ്സിലേക്ക് എത്തുന്നു. എന്താണെങ്കിലും ഡൽഹി വിമാനത്താവളത്തിൽ നൂറുകണക്കിന് ആരാധകർ ചേർന്നുള്ള വലിയ വരവേൽപ്പാണ് നൽകിയത്. വളരെ ദൈർഘ്യമേറിയ യാത്രയാണ്. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ അവിടെ വെസ്റ്റ് ഇൻഡീസിൽ നിന്നുള്ള വരവ്. എന്താണെങ്കിലും യാത്രയുടെ ക്ഷീണമൊക്കെ ഉണ്ടാവും. പക്ഷേ ക്ഷീണത്തിനപ്പുറം ഒരു ലോകകപ്പ് ജയിച്ചതിൻ്റെ ആവേശം കാണാം. വിരാട് കോഹ്ലിയുടെ കഴുത്തിൽ ലോകകപ്പ് മെഡൽ. KP അഭിലാഷ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. KP, വളരെ സന്തോഷമുള്ള ദൃശ്യങ്ങളാണ്.
ദീർഘനാളത്തെ ഒരു കാത്തിരിപ്പാണ് ഈ ലോകകപ്പ് ജയിക്കുക എന്നുള്ളത്. ആ ലോകകപ്പ് നേട്ടത്തിന് ശേഷം ഇന്ത്യൻ ടീമംഗങ്ങൾ ജന്മനാട്ടിലെത്തുന്നു, ആരാധകരുടെ ആരവങ്ങൾക്ക് നടുവിലേക്ക്. എന്തൊക്കെയാണ് ഇന്ന് ടീമിന്റെ പരിപാടികൾ? എൽദോ, അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. കാരണം ഇതാ ഇന്ത്യൻ ടീം ജന്മനാട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് 2024 2020 ലോകകപ്പുമായാണ് ആ സംഘം ഇന്ത്യയിലേക്ക് തിരികെ എത്തുന്നത്. ഇങ്ങനെയൊരു കാഴ്ചയ്ക്ക് നമ്മൾ ദീർഘനാളായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ കാത്തിരിപ്പിനാണ് യഥാർത്ഥത്തിൽ ടീം ഇന്ത്യ വിരാമമിട്ടിരിക്കുന്നത്. അങ്ങനെ മറ്റൊരു രാജ്യത്ത്, നമുക്കറിയാമല്ലോ, മറ്റൊരു രാജ്യത്ത് നടന്ന മത്സരമാണ് എങ്കിൽ പോലും ആ രാജ്യത്ത് ആ മത്സരം തത്സമയം കാണുന്ന അതേ പ്രതീതിയിൽ തന്നെയായിരുന്നു ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും തന്നെ ആ മത്സരത്തെ നോക്കിക്കണ്ടത്. ടെലിവിഷനിലൂടെ അടക്കം കോടിക്കണക്കിന് പേർ ഈ ക്രിക്കറ്റ് മത്സരം കണ്ടുവെങ്കിലും ആ വിജയശ്രീ ലാളിതരായി തിരികെ എത്തുന്ന ടീം ഇന്ത്യയെ കാത്ത് ഇപ്പോഴും ആ ലക്ഷക്കണക്കിന് ആരാധകർ തന്നെയാണ് ഉള്ളത്. ഇന്ന് ഒരു ദിവസം പൂർണ്ണമായും അത്തരത്തിൽ രാജ്യം ആഘോഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് ഈ ടീം ഇന്ത്യയെ വരവേൽക്കാൻ വേണ്ടി നടത്തിയിട്ടുമുള്ളത്. ഇപ്പോഴിതാ ടീം അംഗങ്ങൾ ഡൽഹിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആണ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 30-ാം തീയതി ടീം അംഗങ്ങൾ ഈ വിജയിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ തിരികെ എത്തും എന്ന് തന്നെയായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ. അപ്പോഴാണ് ബെറിൽ ചുഴലിക്കാറ്റ് വലിയ മാർഗ തടസ്സമുണ്ടാക്കിയത്. അങ്ങനെ ടീം അംഗങ്ങൾ ബാർബഡോസിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. ന്യൂയോർക്കിലൂടെ ഇന്ത്യയിലേക്ക് എത്താനുള്ള ആ ഒരു വഴി അടയുകയും ചെയ്തു. അങ്ങനെ ആരാധകരുടെ ഒരു കാത്തിരിപ്പ് കൂടിയായിരുന്നു ഇപ്പോൾ അവസാനിക്കുന്നത് എന്ന് വേണം നമുക്ക് എൽദോ പറയാൻ. അത് തന്നെയാണ് നമുക്ക് ഈ വിമാനത്താവളത്തിലും പ്രകടമായത്. പ്രത്യേകിച്ച് എൽദോ, നേരത്തെ ഈ ആരാധകരുടെ പ്രതികരണമടക്കം അവർ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട താരങ്ങളെ എല്ലാവരെയും തന്നെ കാത്തിരിക്കുന്നു. അത് കിരീട നേട്ടവുമായി തിരികെ എത്തുന്ന താരങ്ങളെയാണ് കാത്തിരിക്കുന്നത്. അവരുടെ ആഹ്ലാദം അണപൊട്ടുന്ന നിമിഷം തന്നെയാണ്. ഇപ്പോൾ ടീം അംഗങ്ങൾ ഹോട്ടലിലേക്ക് ആണ്, ITC മൗര്യ ഹോട്ടലിലേക്ക് ആണ് ഇപ്പോൾ ടീം അംഗങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ടീം അംഗങ്ങൾ ഫ്രഷ് ആയതിനു ശേഷം ആയിരിക്കും പിന്നീട് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. രാവിലെ 9 മണിക്ക് ശേഷം ആണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഈ കിരീട നേട്ടം. അന്ന് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ പാർലമെന്റ് സമ്മേളനത്തിൽ ഇന്ത്യൻ ടീം അംഗങ്ങളെ അഭിനന്ദിച്ച സാഹചര്യം ഉണ്ടാകുന്നു. വിവിധ സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ ടീം അംഗങ്ങളെ അഭിനന്ദിച്ച സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ന് പ്രധാനമന്ത്രി ഈ വിജയശ്രീ ലാളിതരായി തിരികെ എത്തിയ ടീം അംഗങ്ങളുമായി നേരിട്ട് സംവദിക്കുകയാണ്. ഏതാണ്ട് 2 മണിക്കൂർ സമയമാണ് ഈ പ്രധാനമന്ത്രി ടീം അംഗങ്ങളുമായി ചെലവഴിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ ആയിരിക്കും ഇന്നത്തെ പ്രഭാത ഭക്ഷണം എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ടീം അംഗങ്ങൾ മുംബൈയിലേക്ക് തിരിക്കും. നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് ആരാധകർ ഉള്ള ഇടമാണ് മുംബൈ എന്നത്. മുംബൈയിലേക്ക് എത്തുമ്പോൾ അവിടെ വലിയ സ്വീകരണവും റോഡ് ഷോയും ഒക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വൈകിട്ട് 4 മണിയോടുകൂടി റോഡ് ഷോ ആരംഭിക്കുന്ന, എൽദോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരിമാൻ പോയിന്റ് ഉൾപ്പെടെ ഉള്ള മേഖലകളിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ അടക്കം വലിയ സ്വീകരണ പരിപാടികൾ ആണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അവിടെ സ്റ്റേജ് ഷോ പോലെയുള്ള പെർഫോമൻസുകൾക്കും സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ആ വേദിയിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ ടീം അംഗങ്ങൾക്ക് സമ്മാനത്തുക കൈമാറുക എന്നുള്ളതാണ് BCCI അടക്കം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. റോഡ് ഷോയ്ക്ക് വേണ്ടി പ്രത്യേക വാഹനം അടക്കം ടീം അംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ തുറന്ന വാഹനം അടക്കം ഇപ്പോൾ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറൈൻ ഡ്രൈവിലൂടെ അടക്കം ആയിരിക്കും ഈ റോഡ് ഷോ കടന്നു പോവുകയും ചെയ്യുന്നത്. അങ്ങനെ പ്രിയപ്പെട്ട താരങ്ങൾ, ആ താരങ്ങളുടെ കളി മികവ് അത് ഒരിക്കൽ കൂടി ഓർത്തെടുക്കുകയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം. എൽദോ, എനിക്ക് തോന്നുന്നു ആ ഫൈനൽ മത്സരത്തിൻ്റെ ഒരു ചിത്രമൊന്നും ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഓരോ ആരാധകർക്കും അവരുടേതായ ചില താരങ്ങൾ കൂടി ഉണ്ടാകുമല്ലോ എൽദോ. അങ്ങനെയുള്ള താരങ്ങൾ എല്ലാവരും തന്നെ മികവ് പുലർത്തിയ ഒരു ടീം വർക്കിൻ്റെ ഒരു പക്ഷെ കൈവിട്ടു പോകുമെന്ന് എല്ലാവരും ഒരു നിമിഷം പ്രതീക്ഷിച്ചിരുന്ന മത്സരമായിരുന്നു ഇന്ത്യ തിരിച്ചു പിടിച്ചുകൊണ്ട് ഈ കിരീട നേട്ടം. അതായത് ഏതാണ്ട് 1.5 പതിറ്റാണ്ടായി നമുക്ക് കിരീട നേട്ടത്തിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ കൂടി ഉള്ള ഒരു പോരാട്ടം, വിദേശ മണ്ണിൽ നടന്ന ഒരു ഫൈനൽ പോരാട്ടത്തിൽ ആണ് ടീം ഇന്ത്യ വിജയശ്രീ ലാളിതരായി എത്തുന്നത്. ഇത് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമാകുന്ന മുഹൂർത്തം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം, അതുമാത്രവുമല്ല എൽദോ, ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ടീം അംഗങ്ങൾക്ക് പുറമെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, മെഡിക്കൽ സംഘം, അങ്ങനെ 70 അംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘം ആണ് ഇപ്പോൾ ഡൽഹിയിൽ തിരികെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അവർക്ക്
ഈ യാത്ര മുടങ്ങിയതിനെ തുടർന്ന് പ്രത്യേക വിമാനം തന്നെ എയർ ഇന്ത്യയുടെ പ്രത്യേക സജ്ജീകരിച്ച് നൽകുകയായിരുന്നു. ആ പ്രത്യേക വിമാനത്തിൽ ആണ് ഇപ്പോൾ സംഘാംഗങ്ങൾ തിരികെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്ന, അവർക്ക് വലിയ സ്വീകരണം ഒരുക്കാൻ ലഭിച്ച അവസരമാണ്. അങ്ങനെ ഒരു ആഘോഷം, ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ടീം ഇന്ത്യ എത്തുന്നത്. ഈ ഡൽഹിയിലെ വിമാനത്താവളത്തിൽ തന്നെ ടീം ഇന്ത്യ വരവേൽക്കാൻ നൂറുകണക്കിന് ആരാധകർ നേരത്തെ തന്നെ ഇന്ത്യൻ ടീം ഏതാണ്ട് 6:30 കൂടിയാണ് എത്തിയത്. അതിനുശേഷം മറ്റു നടപടികൾ എല്ലാം, ചെക്കിൻ നടപടികളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം പിന്നീട് ചെക്കൗട്ട് നടത്തി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം. അങ്ങനെ ആ സമയത്ത് തന്നെ വലിയ തോതിൽ നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാൻ സാധിക്കുന്നു. ടീമിന്റെ വാഹനം പുറത്തേക്ക് പോകുമ്പോഴെല്ലാം ഇന്ത്യയുടെ പതാക ഉയർത്തിക്കൊണ്ട്, ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ആഘോഷത്തിമിർപ്പിലാണ് ടീം. അങ്ങനെ ആഘോഷ അന്തരീക്ഷത്തിലാണ് ടീം ഇന്ത്യയുടെ മടങ്ങിവരവ്. KP സൂചിപ്പിച്ച പോലെ തന്നെ ആ സ്റ്റേഡിയത്തിലെ എയർപോർട്ടിൽ നിന്നുള്ള യാത്രയിൽ ഉടനീളം ആരാധകരെ നമുക്ക് കാണാൻ കഴിയുന്നു. എയർപോർട്ടിൽ ഒരുപാട് ആരാധകരുണ്ട്. ഇപ്പോൾ കണ്ടോ, ബസ്സിനൊപ്പം തന്നെ ഓടി ഓടി അവർ ആവേശം പങ്കുവെക്കുകയാണ്. ടീമിനൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഡൽഹിയിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഡൽഹിയിൽ അവസാനിക്കുന്നില്ല ആ ആഘോഷം. ഇനി ഉച്ചയ്ക്ക് ശേഷം മുംബൈയിൽ വിജയാഘോഷമുണ്ട്. മുംബൈയിലെ വിജയാഘോഷം അങ്ങനെ പൂർണ്ണമായിട്ടും ഇന്ന് ടീമംഗങ്ങൾക്ക് ഒരു ആവേശത്തിന്റെ ദിനമായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക്. പക്ഷേ ആ യാത്രയുടെ ക്ഷീണമുണ്ട് എന്ന് തോന്നുന്നു. ഓടി പിടിക്കുകയാണ് ബസ്സിനൊപ്പം. KP ഇത് ആവേശകരമായിട്ടുള്ള ദൃശ്യമാണ്. കാരണം നമ്മൾക്ക് അങ്ങനെ വിശ്വവിജയങ്ങൾ അധികം ഉണ്ടായിട്ടില്ല. അധികം വിശ്വവിജയങ്ങളിൽ മേനി പറയാനുമില്ല. അപ്പോൾ ഇപ്പോൾ കാണുന്ന ദൃശ്യമൊക്കെ ഒരു പക്ഷേ വളരെ അസുലഭമാണ്. അത് ഇനിയും ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹം മാത്രം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാണിക്കുന്നത് ടീമംഗങ്ങൾ എത്താൻ പോകുന്ന ഹോട്ടലാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും എൽദോ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിരവധി തവണ വിജയത്തിലേക്ക് അടുത്ത ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും പിന്നീട് അത് കൈവിട്ടു പോകുന്ന സാഹചര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ITC മൗര്യയുടെ ദൃശ്യങ്ങളടക്കമാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായും നമ്മൾ ഈ ടീം ഇന്ത്യ വലിയ നേട്ടം കൈവരിച്ചതിന് ശേഷം പിന്നീട് യഥാർത്ഥത്തിൽ കുടുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് സാങ്കേതികമായി പറയാം. അങ്ങനെ ആ സമയത്തൊന്നും വലിയ ബുദ്ധിമുട്ട് അവർ നേരിട്ടു എന്നുള്ളതല്ല. പക്ഷേ നമുക്ക് ഊഹിക്കാമല്ലോ, ഒരു കിരീട നേട്ടം ഒരു രാജ്യത്തിന് വേണ്ടി ദീർഘനാളുകൾക്ക് ശേഷം ഒരു നേട്ടം കൈവരിച്ചതിന് ശേഷം ആ നാട്ടിലേക്ക് മടങ്ങിയെത്താനുള്ള ഒരു വെമ്പൽ സ്വാഭാവികമായും താരങ്ങൾക്ക് ഉണ്ടാകും. അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കാണുക, അവർക്ക് സപ്പോർട്ടിംഗ് ആയി നിന്നവരെ കാണുക, അതിനപ്പുറത്ത് കുടുംബാംഗങ്ങളെ കാണുക, ഒപ്പം ആരാധകരെ. ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരു സ്വീകരണം എന്നത് മറ്റൊരു വൈബ് തന്നെയാണ്. നമ്മൾ ഈ മറ്റൊരു രാജ്യത്ത് നടക്കുന്ന മത്സരമായിരുന്നു, ഫൈനൽ പോരാട്ടം. ആരാധകരെ കൊണ്ട് इवेंट 8 बजे मैं सब छोड़ के इधर आई उनको देखने। कब से इंतजार कर रहे थे? मैं 1 घंटा हो गया। मैं 5 साढ़े 5 बजे उठी हूँ और वहाँ से हम यहाँ पर आए। हमारा इवेंट है, मेरे और एक मेरा कलीग है, तो बहुत अच्छा लग रहा है। 13 साल बाद घर आए हैं वर्ल्ड कप लेके, तो ये तो बनता ही है. देखिए ये ലോകകപ്പ് ജയിച്ചെത്തിയ ടീമംഗങ്ങളെ കണ്ടതിന്റെ ആവേശം പങ്കുവയ്ക്കുകയായിരുന്നു ക്രിക്കറ്റ് ആരാധിക. ഇന്ത്യൻ ടീമംഗങ്ങളെ കാണാൻ, ലോകകപ്പ് എത്തുന്ന അവരെ കാണാൻ അതിരാവിലെ തന്നെ ആ വിമാനത്താവളത്തിലേക്ക് എത്തിയവരാണ് ഇവരെല്ലാവരും. ഇവർ ആവേശത്തിൽ തന്നെ ഓരോ താരങ്ങളെയും കണ്ട് അവർ വളരെ ദൂരത്തിൽ നിന്ന് പോലും ആർത്ത് വിളിച്ച് അവരെ ബസ്സിൽ കയറ്റി. എന്നാലും ടീം പുറപ്പെട്ടു. നേരത്തെ KP സൂചിപ്പിച്ച പോലെ ITC മൗര്യ ഹോട്ടലിലേക്ക് ആണ് ടീം പോകുന്നത്. അവിടെ നിന്ന് ഒന്ന് ഫ്രഷായ ശേഷം പ്രധാനമന്ത്രിക്കൊപ്പം ഉള്ള പ്രഭാത ഭക്ഷണമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വളരെ സമയമെടുത്ത് തന്നെ പ്രധാനമന്ത്രി ഓരോ ടീമംഗത്തെയും കണ്ട് സംസാരിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാലും വളരെ ആവേശകരമായിട്ടുള്ള ദിവസം. അന്ന് അവിടെ ബാർബഡോസിൽ അവിടെ കിരീടം ഉയർത്തിയ ശേഷം ഇത്രമാത്രം ആവേശം തോന്നാനുള്ള ഒരു സാഹചര്യമുണ്ട് ഈ ദിനത്തിൽ. കാരണം ലോകകപ്പ് അവർ ഇന്ത്യയിലേക്ക് എത്തിച്ചു. ഇന്ത്യൻ മണ്ണിൽ അവർക്ക് KP ഈ വഴിനീളെ കാത്തു നിൽക്കുന്നുണ്ട് ആരാധകർ. ബസ്സിനൊപ്പം ഓടി ഓടി അവർ ടീമംഗങ്ങൾക്ക് അവരുടെ ഐക്യദാർഢ്യം, അവരുടെ സന്തോഷം, സ്നേഹം ഒക്കെ പ്രകടിപ്പിക്കുകയും ചെയ്തു. നേരത്തെ KP സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ ഈ പലപ്പോഴും തൊട്ടില്ല എന്നുള്ള മട്ടിൽ കപ്പിനുണ്ടിൻ്റെ അടുത്തേക്കൂടെ പോയതാണ് നമ്മൾ. നമുക്ക് 2014 2020 ലോകകപ്പിലുണ്ടായി. മാത്രമല്ല വെസ്റ്റ് ഇൻഡീസിലെ തോൽവിയുണ്ടായി ഏകദിന ലോകകപ്പിൽ. കഴിഞ്ഞ ലോകകപ്പിൽ സ്വന്തം മണ്ണിൽ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയിൽ വെച്ച് ആ കിരീടം നഷ്ടമായി. അതിനൊക്കെ ആ മുറിവുകളൊക്കെ മായ്ക്കുന്ന തരത്തിലായിരുന്നു ഇത്തവണ വെസ്റ്റ് ഇൻഡീസിൽ പോയി രാഹുൽ ദ്രാവിഡിൻ്റെ കോച്ചിങ്ങിൽ, രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ആ കിരീടം സ്വന്തമാക്കുന്നത്. അത് ഒരുപക്ഷെ വളരെ മനോഹരമായിട്ടുള്ള അനുപമമായിട്ടുള്ള നേട്ടമാണ്. 2020 എന്നുള്ളത് വളരെ ചെറിയ ക്രിക്കറ്റ് പതിപ്പായി ഒക്കെ പലരും പറയുമ്പോൾ പോലും ലോക ക്രിക്കറ്റിലെ അനിഷേധ്യർ അത്
ഏകദിനത്തിൽ ടെസ്റ്റിൽ ലോക ചാമ്പ്യൻഷിപ്പ് ഇല്ല എങ്കിൽ പോലും ലോക ക്രിക്കറ്റിലെ അനിഷേധ്യർ തങ്ങളാണ് എന്ന് വീണ്ടും ഉറപ്പിക്കാൻ പോകുന്ന ഒരു പ്രകടനം അത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിൽ കാഴ്ചവെക്കുകയും ചെയ്തു. ഈ ആരാധകരുടെ ആവേശം അത് എങ്ങനെയാണ് KP വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുക? തീർച്ചയായും എൽദോ, ഇതാ ഈ ദൃശ്യങ്ങൾ തന്നെ നോക്കൂ. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ഒരുക്കുന്നത് പോലെ അങ്ങനെ ആ വാഹനം കടന്നു പോകുന്നത് പോലും സാവധാനമാണ്. സാധാരണ നമുക്കറിയാമല്ലോ, ഈ ടീം അംഗങ്ങളെയും കൊണ്ടുപോകുന്ന വാഹനമൊക്കെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി പൈലറ്റ് വാഹനങ്ങളുടെ അകമ്പടിയോടെ വളരെ വേഗത്തിലൊക്കെയാണ് കടന്നു പോകുന്നത് എങ്കിൽ ഇതിപ്പോൾ വളരെ സാവധാനമാണ് ആ ഹോട്ടലിലേക്ക് പോലും പോകുന്നത്. അങ്ങനെ പോകാനുള്ള കാരണം എന്നത് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ച ഒരു ആരാധിക തന്നെ, അവർ രാവിലെ മുതൽ കാത്തിരിക്കുകയാണ് ഈ ടീം അംഗങ്ങളെ ഒരു നോക്ക് കാണാൻ. അത് എന്നത് ഒരു മിന്നായം പോലെ എന്നൊക്കെ നമുക്ക് പറയാമല്ലോ എൽദോ. ഈ വാഹനമങ്ങ് കടന്നു പോകുമ്പോൾ ഈ താരങ്ങളൊന്ന് കൈ ഉയർത്തുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അങ്ങനെയാണ് ഈ നൂറുകണക്കിന് ആരാധകർ നേരത്തെ ഈ വിമാനത്താവളത്തിന് പുറത്ത് അടക്കം കാത്തിരുന്നത്. ഇപ്പോഴും ഈ വാഹനം കടന്നു പോകുന്ന വഴിയിൽ ഉൾപ്പെടെ ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ എവിടേക്കാണ് ഈ താരങ്ങൾ കൃത്യമായി പോവുക, എവിടെയാണ് വിശ്രമിക്കുക, ഏത് ഹോട്ടലിലാണ് താമസിക്കുക എന്നതൊന്നും സംബന്ധിച്ച് കൃത്യമായ വിവരമൊന്നുമില്ല. ഏതാണ്ട് ഊഹങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാത്തിരിപ്പ്. പക്ഷേ വിമാനത്താവളത്തിലേക്ക് വളരെ നേരത്തെ തന്നെ ആരാധകർ ഒഴുകിയെത്തിയിരുന്നു. അവർ ഈ താരങ്ങൾ ആ വിമാനത്താവളത്തിൽ നിന്ന് വാഹനത്തിലേക്ക് കടക്കുന്ന, അതായത് ടീം അംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വാഹനമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ടീം ബസ്സിലേക്ക് കയറുന്ന ആ ഒരു നിമിഷം താരങ്ങളെ അഭിസംബോധന ചെയ്യുക, അവർക്ക് അഭിവാദ്യം അർപ്പിക്കുക, അതിനുവേണ്ടി മാത്രമായിട്ടാണ് ഇത്രയധികം ആരാധകർ കാത്തിരുന്നത്. പക്ഷേ എൽദോ, വൈകിട്ടാവുമ്പോൾ ഈ ആംബിയൻസ് ഒക്കെ മാറുമെന്നതിൽ ഒരു തർക്കവുമില്ല. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയും സ്വീകരണവും ഒക്കെയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ. പക്ഷേ അത് നമുക്ക് സ്ഥിരീകരിക്കാനാവില്ല. യഥാർത്ഥത്തിൽ ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് പോകുക തീർച്ചയായും വൈകിട്ടായിരിക്കും, മുംബൈയിലേക്ക് എത്തുമ്പോഴായിരിക്കും. അവിടെ നടക്കുന്ന റോഡ് ഷോ എന്നത് ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. മാത്രവുമല്ല, എൽദോ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ഫൈനൽ മത്സരത്തിന്റെ അന്ന് രാവിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കിരീടം എന്നത് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടമായിട്ടുള്ള അവസരങ്ങൾ നിരവധിയായിരുന്നു. അതിനൊക്കെ ഒരു വിരാമമാകുന്നു. മാത്രവുമല്ല, രാഹുൽ ദ്രാവിഡ് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വൻമതിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാഹുൽ ദ്രാവിഡിന്റെ പരിശീലനത്തിൽ ആണ് ടീം ഇന്ത്യ ഇത്തരത്തിലൊരു കിരീട നേട്ടം കൈവരിച്ചത്. ഇതിനു മുമ്പ് അങ്ങനെ 2 കിരീടങ്ങൾ നേടുവാനുള്ള അവസരമുണ്ടായിരുന്നുവെങ്കിലും പടിക്കൽ കലം ഉടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാറിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം തന്നെ നമുക്ക് ഓർമ്മയുണ്ടാകും. തോൽവി അറിയാതെ മുന്നേറിയ ഇന്ത്യ ഓസ്ട്രേലിയക്ക് മുന്നിൽ അടിപതറുമ്പോൾ അത് ആരാധകരെ അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഈ ടൂർണമെന്റിലേക്ക് വരുമ്പോൾ മറ്റു പല ടൂർണമെന്റുകളിലും നമ്മളെ തോൽപ്പിച്ചവരെ, ഇന്ത്യയെ തോൽപ്പിച്ചവർക്ക് ഒരു മധുര പ്രതികാരം എന്ന തരത്തിലുള്ള തിരിച്ചടി നൽകാൻ ടീമിന് സാധിച്ചിരുന്നു എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതൊക്കെ ഈ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആവേശം നൽകുന്ന ഒന്നായിരുന്നു. അങ്ങനെയാണ് ഫൈനൽ പോരാട്ടത്തിലേക്ക് എത്തുന്നത്. അതുമാത്രവുമല്ല എൽദോ, ഇവിടെ എടുത്തു പറയേണ്ടത് ഈ ടീം അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാധകർക്ക് പലപ്പോഴും ടീം ഇന്ത്യ എന്നതിനപ്പുറത്ത് ചില താരങ്ങളോട് പ്രത്യേകമായ ആരാധനയൊക്കെ ഉണ്ടാകും. അതിലിപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വിരാട് കോഹ്ലി തന്നെ ആകണം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ടൂർണമെന്റിൽ എൽദോ നമുക്കറിയാമല്ലോ, പൊതുവെ വിരാട് കോഹ്ലിയുടെ പ്രകടനം വളരെ മോശമായിരുന്നു. എന്തിനാണ് വിരാട് കോഹ്ലിയെ പോലെ ഒരു താരത്തെ ഇനിയും തുടരുന്നത്? ഫൈനൽ പോരാട്ടത്തിലൊക്കെ വിരാട് കോഹ്ലിയെ മത്സരിപ്പിക്കേണ്ടതുണ്ടോ എന്ന് പോലും ചോദിച്ച ക്രിക്കറ്റ് നിരീക്ഷകർ ഉൾപ്പെടെ ഉണ്ടാകുന്നു. അവിടെയാണ് വിരാട് കോഹ്ലി ഫൈനൽ പോരാട്ടത്തിൽ തന്റെ കളി മികവ് പുറത്തെടുക്കുകയും അങ്ങനെ ഇന്ത്യയുടെ വിജയത്തെ നിർണായകമാവുകയും ചെയ്യുന്നത്. സൂര്യകുമാർ യാദവിന്റെ ആ ഒരു ക്യാച്ച് മത്സരത്തിന്റെ ഗതിയെ എങ്ങനെയാണ് മാറ്റിയത് എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നു. ഹാർദിക് പാണ്ഡ്യ എന്ന താരം ഏറെ വിമർശനങ്ങൾ നേരിട്ടതാണ് എങ്കിൽ 30 ബോളുകൾ ശേഷിക്കെ, 30 പന്തുകൾ ശേഷിക്കെ 30 റൺസ് മതി ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ എന്നിരിക്കെ 6 വിക്കറ്റുകളും അക്കൗണ്ടിൽ ബാക്കിയിരിക്കെ മത്സരം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ തിരിച്ചുവരവുണ്ടാകുന്നു. ബുംറ കൃത്യമായി പന്തെറിയുന്നു. ഇങ്ങനെ ഏതൊക്കെ താരങ്ങൾക്കാണോ ആരാധകർ അധികമായുള്ളത് ആ താരങ്ങളെല്ലാം അവരുടെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന, ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു ഫൈനൽ പോരാട്ടത്തിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരാധകരുടെയും വലിയൊരു പങ്കാളിത്തം എൽദോ തീർച്ചയായും നമുക്ക് ഈ സ്വീകരണ ചടങ്ങുകളിൽ അടക്കം നമുക്ക് മുംബൈയിൽ കാണാൻ സാധിക്കും. അവിടെ കൃത്യമായ റോഡ് ഷോ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർ പങ്കെടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനുശേഷം സ്റ്റേഡിയത്തിൽ തന്നെയാണ് സ്വീകരണ ചടങ്ങ് ഔദ്യോഗികമായി ഒരുക്കിയിട്ടുള്ളത്. ഈ
സമ്മാനത്തുക ഉൾപ്പെടെ കൈമാറുന്ന ചടങ്ങ് അവിടെയാണ്. അവിടെ ഇതാ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഫോൺ ഈ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ചിത്രങ്ങൾ എടുക്കുന്ന സെൽഫിയല്ല ഈ വാഹനത്തിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടി എല്ലാവരും മൊബൈലുകൾ ഉയർത്തിപ്പിടിച്ച് ഈ താരങ്ങൾ കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പകർത്താൻ ഉള്ള ഒരു വലിയ തിരക്ക് ആ വിമാനത്താവളത്തിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനിയിപ്പോൾ ഹോട്ടലിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഹോട്ടലിലേക്ക് എത്തുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ടത്തിനുള്ള സാധ്യതയുണ്ട്. സാധാരണ ഈ ഡൽഹിയിലെത്തിയാൽ താരങ്ങൾ തങ്ങുന്നത് ITC മൗര്യയിൽ തന്നെയാണ്. അതുകൊണ്ട് അവിടേക്ക് തന്നെയായിരിക്കും താരങ്ങൾ എത്തുക എന്നത് ഏതാണ്ട് ആരാധകർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു പക്ഷേ ഈ തരത്തിലുള്ള ആൾക്കൂട്ടം കാണുവാനുള്ള വലിയ സാധ്യത തന്നെയാണ് നമുക്കിപ്പോൾ ഉള്ളത്. എന്തായാലും മുംബൈയിൽ ഇപ്പോൾ തന്നെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആരാധകർ ഇപ്പോൾ തന്നെ വലിയ കാത്തിരിപ്പിൽ തന്നെയാണ്. വൈകിട്ടാണ് ഈ ടീമംഗങ്ങൾ എത്തുന്നത് എങ്കിൽ പോലും അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഇപ്പോൾ തന്നെ ഈ ആരാധകരുടെ ഒരു തയ്യാറെടുപ്പ് ഊർജിതമായി തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ്. കൈവിട്ടു പോയി എന്ന് എല്ലാവരും വിധി എഴുതിയ ഒരു മത്സരത്തിൽ അതിശക്തമായി തിരിച്ചു വന്നുകൊണ്ട് ത്രസിപ്പിക്കുന്ന ഒരു ജയത്തിലൂടെയാണ് ഈ 2024 2020 ലോകകപ്പ് കിരീടം ഇന്ത്യ ചൂടിയത്. ആ കിരീട പോരാട്ടത്തിന്റെ ആവേശം ഒട്ടും ചോരാത്ത തരത്തിലുള്ള സ്വീകരണം തന്നെയാണ് രാജ്യത്ത് നമ്മുടെ താരങ്ങൾക്ക് വേണ്ടി ആരാധകർ ഒരുക്കിയിട്ടുള്ളത്. ആ സ്വീകരണ ചടങ്ങിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം എത്തിയിട്ടുള്ളത്. 70 അംഗ സംഘം ഇതാ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു, ജന്മനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വിശ്വകിരീടം ചൂടിക്കൊണ്ടാണ് ടീം അംഗങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. പക്ഷേ ആ കിരീടം തന്നെ കാണാൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കിരീടം തന്നെ കാണുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അങ്ങനെ ആ കിരീടം ഉയർത്തിയുള്ള രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും വരവ് കാണുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ രാഹുൽ ദ്രാവിഡിനെ ഒരു കാലഘട്ടത്തിൽ സ്നേഹിച്ചിരുന്ന നിരവധി ക്രിക്കറ്റ് ആരാധകരുണ്ട്. അങ്ങനെയുള്ള ആ വൻമതിലിന് കീഴിൽ അണിനിരുന്ന ടീം അംഗത്തെ കാണുന്നതിന് വേണ്ടിയൊക്കെ ആരാധകരിങ്ങനെ തടിച്ചുകൂടുകയാണ്. അവരുടെ എണ്ണം കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കൂടുതൽ ആളുകൾ ഈ ക്രിക്കറ്റ് ആരാധകർ ടീം അംഗങ്ങളെ കാണുവാനായി എത്തുന്നു എന്നുള്ളതാണ് സാഹചര്യം. ഇപ്പോൾ ഡൽഹിയിലാണ് ടീം അംഗങ്ങൾ ഉള്ളത്. അതിനുശേഷം പ്രധാനമന്ത്രി നൽകുന്ന സ്വീകരണത്തിനൊക്കെ ശേഷമാണ് മുംബൈയിലേക്ക് ടീം അംഗങ്ങൾ തിരിക്കുക. ഇനിയുള്ള മണിക്കൂറുകളിൽ വളരെ പ്രധാനപ്പെട്ടതായുള്ള ചടങ്ങ് എന്നത് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച തന്നെയാണ്. അദ്ദേഹം ഓരോ ടീം അംഗങ്ങളെയും നേരിട്ട് അഭിനന്ദിക്കും. അതിനുശേഷം പിന്നീട് പ്രഭാത ഭക്ഷണത്തിലേക്ക് കടക്കും. അങ്ങനെ ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് ഈ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അവസാനിക്കുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ടൈം ഷെഡ്യൂൾ. ഒരു പക്ഷേ അതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എൽദോ, ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. കാരണം ആരാധകർ ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. എന്താണെങ്കിലും ടീമിന്റെ ബസ്സാണ് ഡൽഹിയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. ഹോട്ടൽ ലക്ഷ്യമിട്ട് ഹോട്ടലിലേക്ക് അല്പസമയത്തിനകം ഇതിന് എത്തിച്ചേരും. കൃത്യമായിട്ടുള്ള സുരക്ഷാ വലയത്തിൽ 2 ബസ്സുകളിലായി ടീം അംഗങ്ങൾ പോകുന്നു. ആദ്യം വിരാട് കോഹ്ലിയാണ് ബസ്സിനുള്ളിലേക്ക് കയറി വരുന്ന ദൃശ്യം നമ്മൾ എയർപോർട്ടിൽ കണ്ടത്. ടീമിന്റെ ഏറ്റവും മുന്നിലെ സീറ്റിൽ തന്നെ വിരാട് കോഹ്ലി സ്ഥാനം ഉറപ്പിച്ചിട്ടുമുണ്ട്. വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ, ഈ ടൂർണമെന്റിൽ സെൻസേഷൻ ആയിരുന്നു ജസ്പ്രീത് ബുംറ. ഒരു 2020 ലോകകപ്പാണ്, എന്നിട്ട് പോലും ഒരു സിക്സർ പോലും വഴങ്ങാത്ത ഒരു പേസർ. അത്ഭുതപ്പെടുത്തുന്നതാണ് ജസ്പ്രീത് ബുംറയുടെ പ്രകടനം. അതുകൊണ്ട് തന്നെയാണ് വിക്കറ്റ് വേട്ടയിലെ മുമ്പനല്ല എങ്കിൽ പോലും പ്ലെയർ ഓഫ് ദ സീരീസ് എന്നുള്ള പുരസ്കാരം ബുംറയ്ക്ക് നേടിയത്. ഈ ഇത്രമാത്രം ഇന്ത്യൻ ആരാധകർ ഒരു പേസ് ബോളർക്ക് വേണ്ടി ആർത്തു വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം എയർപോർട്ടിലെ വിഷ്വൽസിൽ കണ്ടിരുന്നു ബുംറ എന്ന് വിളിക്കുന്ന ആരാധകരെ. ഉറപ്പായും ഇന്ത്യൻ ടീമിൻ്റെ മുൻകാല പ്രകടനങ്ങളിൽ അല്ലെങ്കിൽ മുൻകാല ചരിത്രം നോക്കുമ്പോൾ സച്ചിനെന്നോ ദ്രാവിഡെന്നോ ഗാംഗുലിയെന്നോ കപിലെന്നോ ഒക്കെ ഓൾറൗണ്ടർമാരും ബാറ്റർമാർക്കും ഒക്കെ മാത്രം സ്ഥാനമുണ്ടായിരുന്ന ഒരു ആരാധകർ വരുന്നമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ബുംറയ്ക്ക് ഉള്ള ഒരു ആരാധകർ. സഞ്ജു വി സാംസൺ നമുക്ക് കാണാം. അവിടെ എയർപോർട്ടിൽ നിന്നും എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. എയർപോർട്ടിൽ നിന്ന് നേരത്തെ ബസ്സിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഇപ്പോൾ ടീം അംഗങ്ങൾ യാത്രയിലാണ്. എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്കുള്ള യാത്രയിൽ എന്നാണെങ്കിലും ആദ്യം ടീം അംഗങ്ങൾ എയർപോർട്ടിൽ വന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ. മുഹമ്മദ് കഴുത്തിൽ മെഡലണിഞ്ഞ് എല്ലാ താരങ്ങളും ആ മെഡൽ കൃത്യമായി നെഞ്ചോട് ചേർത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. കുൽദീപ് യാദവിന് കാണാൻ നമുക്കവിടെ ടീം ഒഫീഷ്യൽസ് ഒന്നൊന്നായി ടീം അംഗങ്ങൾക്കൊപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. കാരണം ആരാധകർ അത്രമാത്രം എത്തിയിരുന്നു. അതിരാവിലെ തന്നെ ജോലിക്ക് പോകേണ്ടവരൊക്കെ അതിരാവിലെ തന്നെ ഒരുങ്ങി വിമാനത്താവളത്തിൽ വന്ന് ആരാധകരെ കണ്ട് ജോലിക്ക് പോകുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ ആ ബൈറ്റിൽ നിന്നും കേട്ടത്. അത്രമാത്രം ഒരു ആവേശം പങ്കുവെക്കുന്നു ഈ ഇന്ത്യൻ ആരാധകർ എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം.
അല്പസമയത്തിനകം തന്നെ ടീം അംഗങ്ങൾ ഹോട്ടലിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്ന് പിന്നീട് പ്രധാനമന്ത്രിയെ കാണാനായിരിക്കും പോകുക. അവിടെ പ്രഭാത ഭക്ഷണവും ഒപ്പം ടീം അംഗങ്ങൾക്ക് ആശംസ അഭിനന്ദനമൊക്കെ നൽകും. രാജ്യത്തിന്റെ ആശംസ അഭിനന്ദനം നന്ദി അറിയിക്കും പ്രധാനമന്ത്രി ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് ഇതുപോലെ ഒരു ലോക കിരീടവുമായി തിരികെ എത്തിയതിന്റെ സന്തോഷം. അതിനുശേഷമായിരിക്കും ഉച്ചയ്ക്ക് മുംബൈയിലേക്ക് പോകുക. മുംബൈയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരമാണ് ഈ നരിമാൻ പോയിന്റിൽ നിന്നും വാങ്കഡെ സ്റ്റേഡിയത്തിലേക്കുള്ളത്. നരിമാൻ പോയിന്റിൽ നിന്നും വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് നമുക്കറിയാം ഒരു മറൈൻ ഡ്രൈവ് സ്ട്രെച്ചാണ് മുംബൈയിലെ ഈ നരിമാൻ പോയിന്റ് വാങ്കഡെ ആ ദൂരം. അവിടെ മറൈൻ ഡ്രൈവിലേക്കുള്ള പ്രവേശനം ഇന്ന് പൂർണ്ണമായും സുരക്ഷാ ക്രമീകരണങ്ങൾ കൊണ്ട് അടയ്ക്കും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ ഈ ആരാധകർക്ക് അവിടെ എത്തിച്ചേരാനൊക്കെ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാതെ പൊതുഗതാഗതം ഉപയോഗിക്കണമെന്നുള്ള അഭ്യർത്ഥനയും അവിടെ ഉണ്ട്. അങ്ങനെ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. ഇന്ത്യൻ ടീമിന്റെ വിജയം അത് ആഘോഷിക്കാനായി എത്തുന്ന ആരാധകർക്ക് എല്ലാവർക്കും ടീം അംഗങ്ങളെ നേരിൽ കാണാനുള്ള സാഹചര്യം, കാരണം അത് ഓപ്പൺ ബസ് ആയിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം. KP, അവിടെ ഒരു ഹറിക്കെയിൻ ആയിരുന്നു, അവിടെ ഒരു വൻ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് എത്താനുള്ള ഒരു ആവേശമുണ്ടല്ലോ, ആ ആവേശത്തിലാണ് എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം ചാർട്ട് ചെയ്യുന്നതും ആ ചാർട്ടേഡ് വിമാനത്തിൽ ഇന്ത്യൻ ടീം അംഗങ്ങൾ ഡൽഹിയിലേക്ക് പറക്കുന്നതും. രാവിലെ BCCI ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു, അതായത് ഓരോരുത്തരും ആ കപ്പിനെ ഇപ്പോഴും നെഞ്ചോട് ചേർക്കുന്ന ഒരു കാഴ്ച ഉൾക്കൊള്ളുന്നത്. 2020 ലോകകപ്പിനെ പക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ ഇതുവരെയും ഇന്ത്യയിൽ എത്തിയിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അത് ഈ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള പ്രഭാത ഭക്ഷണ സമയത്തൊക്കെ നമുക്ക് അത് കാണാമെന്ന് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും ഈ ആരാധകരുടെ ഇത്രമേലുള്ളൊരു ആവേശം അത് പ്രതീക്ഷിച്ചിരുന്നതാണോ ഇന്ത്യൻ ടീം അംഗങ്ങൾ ഈ അതിരാവിലെ എത്തുന്നതുകൊണ്ട്? എൽദോ, തീർച്ചയായും ആരാധകരെയും അതോടൊപ്പം തന്നെ ഒരു ക്രിക്കറ്റ് പ്ലെയറെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് വേണ്ടി ഒരു ലോക കിരീടം നേടുക, ആ ടീമിൽ അംഗമാവുക എന്നത് തന്നെയാണ് ആ ക്രിക്കറ്റ് കരിയറിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തം എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. അവിടെയാണ് ഈ കിരീടം എന്നത് ഒരു വസ്തുവാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ലോക കിരീടം നേടിയതിനു ശേഷം ഓസ്ട്രേലിയൻ താരങ്ങൾ ഈ കിരീടത്തിന് മുകളിൽ കാലൊക്കെ വെച്ചിട്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ, ചവിട്ടി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയൊക്കെ പുറത്തു വരികയും അത് സമൂഹ മാധ്യമങ്ങളിലടക്കമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. അതിനെ വിമർശിക്കുകയും അനുകൂലിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. അതേസമയം തന്നെ കിരീടത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രാത്രി ഉൾപ്പെടെ ചില താരങ്ങൾ കിടന്നുറങ്ങിയ ദൃശ്യങ്ങളും നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ ആ കിരീടം എന്നതിനെ വെറുമൊരു വസ്തുവായി അല്ല എന്തായാലും കാണുന്നത്, അത് അശ്രാന്ത പരിശ്രമത്തിലൂടെ നേടിയെടുത്ത ഒന്നിന്റെ ഫലമായിട്ടാണ് കാണുക. അങ്ങനെയൊരു നമ്മളേറെ ബഹുമാനത്തോടെയും ആദരവോടും കൂടിയൊക്കെയാണ് ടീം ബസ് ഹോട്ടലിലേക്ക് എത്തുകയാണ്. ITC മൗര്യ ഹോട്ടലിലേക്കാണ് എന്നാണ് സൂചന. എന്താണെങ്കിലും ടീം ബസ് ഹോട്ടലിലേക്ക് എത്തി KP. ഇതാ ടീം അംഗങ്ങൾ ഹോട്ടലിന്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ITC മൗര്യയിലേക്കാണ് ഇപ്പോൾ ടീം അംഗങ്ങൾ എത്തുന്നത്. ടീം ബസ് ഇതാ ആ പ്രവേശന കവാടം കടന്നു പോയിരിക്കുന്നു. അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ അതിശക്തമാണ്. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർക്കടക്കം ചെറിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണിത്. നിരവധി VVIPകൾ താമസിക്കുന്ന ഇടം കൂടിയാണ് ഇത്. ടീം ഇന്ത്യ മാത്രമാകണമെന്നില്ല, ഇന്ന് ഒരുപക്ഷെ മറ്റു പല VVIPകളും അവിടെ ആ ഹോട്ടലിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾക്കടക്കം നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്യുമെന്ന് വേണം എൽദോ നമുക്ക് പ്രതീക്ഷിക്കാൻ. എന്തായാലും ഹോട്ടലിലും വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അവിടെ പ്രത്യേക കേക്ക് കട്ടിംഗ് ഇതാ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ആ ഗേറ്റ്, അതെ, ആ ഗേറ്റ് അടച്ചിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ആ ഗേറ്റിന്റെ അപ്പുറത്തേക്കുള്ള ഒരു പ്രവേശനം അത് ഏറെക്കുറെ അസാധ്യമാണ്. വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ കൂടി ഉൾക്കൊള്ളുന്ന, വളരെ VVIPകളായിട്ടുള്ള ആളുകൾ കൂടി താമസിക്കുന്ന ഒരു ഹോട്ടലായതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളൊക്കെ എടുക്കാൻ ക്യാമറാമാൻ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാലും മറ്റു മാർഗങ്ങളില്ല. അവിടെ ക്യാമറ പ്രവേശനമൊക്കെ അത് നിയന്ത്രിതമാണ്. വളരെ നിയന്ത്രണത്തോടുകൂടി സുരക്ഷ കാണാം നമുക്ക്. രോഹിത് ശർമ്മ, ഇന്ത്യൻ ക്യാപ്റ്റൻ, കഴുത്തിൽ മെഡൽ അണിഞ്ഞ് എത്തുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ ഒന്നൊന്നായി ആ ഹോട്ടലിലേക്ക് എത്തുകയാണ്. ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് വലിയ വരവേൽപ്പാണ്, വൻ വരവേൽപ്പ്. അതായത് ഈ സ്വീകരണം നൽകുക എന്നത് പ്ലാൻ ചെയ്ത സ്വീകരണത്തിനപ്പുറം വിമാനത്താവളത്തിലൊക്കെ അതിരാവിലെ എത്തിയ ആരാധകർ, ഈ ഹോട്ടലിന് മുന്നിൽ രാവിലെ തന്നെ തമ്പടിച്ച ആരാധകർ, ഇവരൊക്കെയാണ് ഇന്ത്യൻ ടീമിന്റെ ഈ വിജയത്തെ ഇത്രമാത്രം മഹത്തരമാക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ദിവസമാക്കി ഇന്ന് മാറ്റാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ ടീം ആരാധകർ. ഒപ്പം തന്നെ BCCIയും അതിന് പരമാവധി പിന്തുണ നൽകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ കാണാം, അർഷദീപ് സിംഗ് ഈ ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് ഏറ്റവും വീരോചിതമായിട്ടുള്ള വരവേൽപ്പൊരുക്കാനായിട്ടാണ് ഇന്ത്യൻ
ക്രിക്കറ്റിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള പാരമ്പര്യം ഉൾക്കൊള്ളുന്ന വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ന് സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുള്ളത്. സഞ്ജു വി സാംസൺ സിംബാബ്വെ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീം അംഗമാണ്. പക്ഷേ ഈ സ്വീകരണത്തിലൊക്കെ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത് എങ്ങനെയാണ്? അതുകൊണ്ട് സഞ്ജു എന്നാലും ആദ്യ 2 മത്സരങ്ങൾ ഉണ്ടാകില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോകകപ്പ് ജയിച്ച ടീമിന്റെ ഭാഗമായിട്ടുള്ള സഞ്ജു വി സാംസൺ, മലയാളികൾക്ക് അഭിമാനമായി സഞ്ജുവുമുണ്ട് ആ സംഘത്തിൽ. എല്ലാവരും അപ്പോൾ അങ്ങനെ മുംബൈയിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോകും. അവിടെ വലിയൊരു റോഡ് ഷോ, അതിനുശേഷം വാങ്കഡെ സ്റ്റേഡിയത്തിൽ സമാപനം. അങ്ങനെ ലോകകപ്പ് ജയം, അത് മറ്റൊരു ലോകകപ്പ് വരുന്നത് വരെ, ഇനിയൊരു ലോകകപ്പിന്റെ ദിവസങ്ങൾക്ക് നാന്ദി കുറിക്കും വരെ ആ ജയത്തിന്റെ മധുരം അത് നിലനിൽക്കുകയും ചെയ്യും. മറ്റൊരു കിരീടം ഇന്ത്യയിലേക്ക് എത്തുന്നതിന് ഒപ്പം തന്നെ 83 ലോകകപ്പ്, 2007 ലോകകപ്പ്, 2011 ലോകകപ്പ്, ഇപ്പോൾ 4ാം തവണ അത് രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റനിലൂടെ. കപിൽ ദേവിനും MS ധോണിക്കും ശേഷം രോഹിത് ശർമ്മയും അങ്ങനെ ഇന്ത്യൻ ടീമിന്റെ ലോക കിരീടം നേടിയ ക്യാപ്റ്റനായി മാറി എന്നുള്ള അപൂർവ നേട്ടമാണ്. നമുക്ക് അറിയാവുന്നതുപോലെ എത്രയോ ക്യാപ്റ്റന്മാർ, അത് സൗരവ് ഗാംഗുലിക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ ക്യാപ്റ്റനായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്ലെയറാണ് സൗരവ് ഗാംഗുലി. പക്ഷെ അന്ന് ഓസ്ട്രേലിയയുടെ ഫൈനലിൽ ദയനീയമായി പരാജയപ്പെട്ടത് ഓർമ്മയിലുണ്ടാകും. അതൊക്കെ അത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞ ഒരു ക്യാപ്റ്റനായി രോഹിത് ശർമ്മ മാറുന്നു എന്നുള്ളതാണ്. നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് ക്യാപ്റ്റൻസിയിൽ രോഹിത് ശർമ്മ എത്തുന്നു. നമുക്ക് കാണാം യശസ്വി ജയ്സ്വാളും രോഹിത് ശർമ്മയും ആ ലോക കിരീടവുമായി ബസ്സിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, സ്റ്റിൽസാണ്, അത് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലേക്ക് എത്തിയ ഉടൻ തന്നെ ഒന്നൊന്നായി സമൂഹ മാധ്യമങ്ങളിൽ ഇതാ ആ കിരീടം, ഇന്ത്യയിലേക്ക് എത്തിയ കിരീടമാണ് രോഹിത് ഉയർത്തിക്കാട്ടുന്നത്. രോഹിത് ശർമ്മയും ടീം അംഗങ്ങളും ഇന്ത്യയിലേക്ക് അല്പം മുമ്പ് എത്തിച്ചേർന്നു. 6:30 കൂടിയാണ് ആ ഫ്ലൈറ്റ്. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം, എയർ ഇന്ത്യയുടെ ആ വിമാനം ബാർബഡോസിൽ നിന്നും പറന്നുയർന്ന് കെൻസിംഗ്ടൺ ഓവലിൽ നേടിയ കിരീടവുമായി ഇന്ത്യയിലേക്ക്, ഡൽഹിയിലേക്ക്, രാജ്യ തലസ്ഥാനത്തേക്ക് എത്തിയത്. രാജ്യ തലസ്ഥാനത്ത് വലിയ സ്വീകരണം വിമാനത്താവളത്തിൽ ലഭിച്ചു. ഒന്നൊന്നായി ഓരോ താരങ്ങൾക്കും. ഇതാ കാണുന്നു ജസ്പ്രീത് ബുംറ ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ജസ്പ്രീത് ബുംറ ഈ ടൂർണമെന്റിലെ താരം. ടൂർണമെന്റിന്റെ അതാ പോകുന്നു ലോക കിരീടം കയ്യിലേന്തി പോകുന്നത് കാണാം. ഋഷഭ് പന്താണ് ആ കിരീടവുമായി നീങ്ങുന്നത്. ടീമിലെ ഏറ്റവും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീം മീറ്റിങ്ങിലൊക്കെ, ടീമിന്റെ ആ കോമ്പിനേഷനിലൊക്കെ വളരെ പോസിറ്റീവായി നിൽക്കുന്ന ഒരു പ്ലെയറാണ് ഋഷഭ് പന്ത്. ആ കിരീടവുമായി ഹോട്ടലിനുള്ളിലേക്ക് കടന്നുപോയി. തീർച്ചയായും എൽദോ, ഇതാ ഈ ഹോട്ടലിനുള്ളിൽ പോലും ഒരുപക്ഷെ ഹോട്ടൽ ജീവനക്കാർ പോലും വലിയ ആവേശത്തിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അവരിങ്ങനെ കൈയടിച്ച് ആർപ്പ് വിളിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് താരങ്ങളെ വരവേൽക്കുന്നത്. ഇപ്പോഴിതാ രാഹുൽ ദ്രാവിഡ് ഉൾപ്പെടെ, പരിശീലകനായ രാഹുൽ ദ്രാവിഡ്, ഇന്ത്യൻ ക്രിക്കറ്റിൽ കാലങ്ങളോളം വന്മതിൽ തീർത്ത രാഹുൽ ദ്രാവിഡ്, ആ ദ്രാവിഡിന് കീഴിലുള്ള പരിശീലനത്തിൽ ആയിരുന്നു ടീം അംഗങ്ങൾ. അതിൻ്റെ ഒരു ആവേശം തന്നെയാണ് എൽദോ നമ്മളിപ്പോൾ കണ്ടത്. ആ ഹോട്ടലിനകത്ത് ജീവനക്കാരുണ്ട്, മറ്റ് ഒരുപക്ഷെ ഈ വിശിഷ്ടാതിഥികളൊക്കെയായി പല ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളവരുണ്ട്. അവരൊക്കെ കിട്ടുന്ന അവസരം, ടീം അംഗങ്ങളെ ഒരു നോക്ക് കാണാൻ കിട്ടുന്ന അവസരം, അവർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ പറ്റുന്ന അവസരം, ഈ ആർപ്പുവിളികളാണ് ഇനിയുള്ള മണിക്കൂറുകളിലെല്ലാം നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. ഇതൊരു നിലയ്ക്കാത്ത ആർപ്പുവിളികൾ തന്നെയായിരിക്കും. ഇത് ഒരുപക്ഷെ മുംബൈയിലേക്ക് എത്തുമ്പോൾ അത് അതിൻ്റെ ഉന്നതികളിലേക്ക് എത്തുന്നതിന് ഓരോ താരവും കടന്നു വരുന്നു. എന്തോ സൂചിപ്പിച്ചതുപോലെ ആ കിരീട നേട്ടത്തിൻ്റെ ചിഹ്നങ്ങൾ, അവരുടെ ആ പതക്കങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. ഒപ്പം ആ കിരീടം, ഒരുപക്ഷെ എൽദോ ഈ കിരീടം തന്നെ കയ്യിൽ പിടിക്കാനൊരു മത്സരം അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഓരോരുത്തരും ഈ കിരീടത്തിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു, ആ ചിത്രങ്ങൾ ഫോട്ടോ എടുപ്പിക്കുന്നു. ഇങ്ങനെയാണ് ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ആവേശം നൽകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കിരീടം വളരെ വിലപ്പെട്ടതാണ്. ആരാധകർക്ക് മുന്നിലേക്ക് ഈ കിരീടം ഉയർത്തിപ്പിടിക്കുവാനുള്ള നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അത് അത്രമേൽ ധന്യമാകുന്ന ഒരു മുഹൂർത്തം എന്ന് തന്നെ പറയാം. എൽദോ സൂചിപ്പിച്ചതുപോലെ രോഹിത് ശർമ്മ ഒരു കിരീട ജേതാവായി, കിരീടം നേടിയ ക്യാപ്റ്റനായി മാറുന്നു. ഒപ്പം ഈ ടീം അംഗങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവർ വിശ്വകിരീടത്തിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെ ക്രിക്കറ്റ് കരിയറിലെ ഏറ്റവും അടയാളപ്പെടുത്തുന്ന ഒരു നേട്ടം, വിജയം ആണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. ആ ഓരോ നിമിഷവും ക്രിക്കറ്റ് താരങ്ങളും ആസ്വദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരാധകരും അങ്ങേ അറ്റത്തെ ആവേശത്തിൽ തന്നെയാണ്. അവരും യഥാർത്ഥത്തിൽ ഈ കിരീട നേട്ടത്തെ സ്വന്തം നേട്ടം പോലെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീമിൻ്റെ കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നല്ലോ ക്രിക്കറ്റ് അറിയാത്തവർ പോലും ഈ ഒരു ആവേശത്തിൻ്റെ ഭാഗമാകുന്നുണ്ടാകാം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ
വലിയ സംഘം ടീം അംഗങ്ങളെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനുശേഷം അവർ കടന്നു വന്ന വഴികളിൽ ടീം അംഗങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹോട്ടലിലെത്തുമ്പോൾ അവിടെ ഗേറ്റിന് പുറത്ത് ആരാധകരെ കാണാൻ സാധിക്കുന്നു. ഈ മാധ്യമങ്ങൾക്കടക്കം പിന്നീട് ഹോട്ടലിനകത്ത് നിയന്ത്രണമുണ്ട്. അവിടെ ഒരു കേക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ടീം ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ആ കേക്ക് കട്ടിംഗ് ഫംഗ്ഷൻ നടക്കും. പക്ഷേ മാധ്യമങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ വാർത്താ ഏജൻസികൾക്കും എണ്ണപ്പെട്ട മാധ്യമങ്ങൾക്കും മാത്രമാണ് അതിനുള്ളിൽ. ഇത് ആ ദൃശ്യത്തിലേക്കാണ് എൽദോ എനിക്ക് തോന്നുന്നു ആ കേക്ക് കട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പ് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ടീം അംഗങ്ങൾക്ക് മധുരം നൽകി സ്വീകരിക്കുവാനുള്ള ഒരു ഒരുക്കം ഹോട്ടലിൽ നടത്തിയിരുന്നു. ഒരുപക്ഷെ BCCIയുടെ ഒക്കെ നേതൃത്വത്തിലായിരുന്നിരിക്കണം നമുക്ക് വ്യക്തതയില്ല. അങ്ങനെ താരങ്ങളെല്ലാം എത്തുമ്പോൾ അവർ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ആ ദൃശ്യങ്ങളടക്കമൊക്കെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. എന്തായാലും ഇനിയിപ്പോൾ ഒരു അല്പസമയത്തെ വിശ്രമം ഉണ്ട്. അവർക്ക് ഫ്രഷ് ആകുവാനുള്ള സമയം അനുവദിക്കുന്നു. അതിനുശേഷമായിരിക്കും പിന്നീട് ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകം ബസ്സിൽ ടീം ബസ്സിൽ തന്നെ ആയിരിക്കണം അവർ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് പുറപ്പെടുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 9 മണിയോടുകൂടി ഈ ഔദ്യോഗിക വസതിയിലേക്ക് എത്തും എന്നുള്ളതാണ് വിവരങ്ങൾ. അങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും 9 മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ടീം അംഗങ്ങൾക്ക് ഔദ്യോഗികമായൊരു സ്വീകരണം നൽകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതിനു മുമ്പ് ഇപ്പോൾ ഹോട്ടലിൽ ചെറിയ വിശ്രമം ഉണ്ടാകും താരങ്ങൾക്ക്. അതിനുശേഷമായിരിക്കും അവർ ഈ കിരീടവുമായി പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പുറപ്പെടുക. അവിടുത്തെ സ്വീകരണത്തിന് ശേഷം ഈ സ്വീകരണ ചടങ്ങിൽ പ്രധാനമന്ത്രി നൽകുന്ന സ്വീകരണത്തിൽ ഒരുപക്ഷെ കേന്ദ്രമന്ത്രിമാർ, കേന്ദ്ര കായിക മന്ത്രിമാർ, മറ്റു മന്ത്രിമാരൊക്കെ പങ്കെടുക്കുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇപ്പോഴിതാ രോഹിത് ശർമ്മ നേടിത്തുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അടക്കം ഹോട്ടലിലേക്ക് എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചെറിയ ആൾക്കൂട്ടം ഹോട്ടലിനകത്ത് സ്വാഭാവികമായും ആൾക്കൂട്ടത്തെ അനുവദിക്കില്ല. അവിടെ സ്റ്റാഫ് അംഗങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ മാത്രമാണുള്ളത്. അവർ പോലും ആർപ്പ് വിളിക്കുന്ന, കൈയടിക്കുന്ന, അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എൽദോ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. കാരണം ആ ഹോട്ടലിനുള്ളിലെ ഷെഫ്മാർ അവിടുത്തെ പാചകക്കാരുടെ മുന്നിൽ വന്ന് ആർപ്പ് വിളിക്കുകയാണ്. ഒരു പക്ഷേ ഒരു ചരിത്ര നിമിഷമാണ്. ഇത്രമാത്രം വീണ്ടും കിരീടവുമായി ഋഷഭ് പന്ത് കിരീടം താഴെ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. കിരീടം ഏറ്റെടുത്ത് പിടിക്കാനുള്ള മത്സരം തന്നെയുണ്ട്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ നിലവിൽ ഋഷഭ് പന്തിന്റെ കയ്യിലിരിക്കുന്നു ലോക കിരീടം. എന്നാലും നമുക്ക് ഈ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് മടങ്ങിയെത്താൻ എനിക്ക് തോന്നുന്നു. ഇനിയുള്ള സമയം അവർക്ക് ഇന്ന് ഫ്രഷ് ആവാനുള്ളതാണ്. അതിനുശേഷം പ്രധാനമന്ത്രിയെ കാണാനായി പോകേണ്ടതുണ്ടല്ലോ. നമുക്കിപ്പോൾ ആ കാഴ്ചകളിലേക്ക് ആ സമയത്ത് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. അപ്പോൾ കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് പോയ ശേഷം. FIR-ന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന അനുസരിച്ച് 4 പ്രതികളാണ് ഈ കേസിലുള്ളത്. 1-ാം പ്രതി കലയുടെ ഭർത്താവ് അൽകുമാറാണ്. അയാൾ നിലവിൽ ഇസ്രയേലിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജിനു, സൗമൻ, പ്രമോദ് എന്നിവരാണ് യഥാക്രമം 2, 3, 4 പ്രതികളായിട്ടുള്ളത്. കലയ്ക്ക് മറ്റൊരാളുമായിട്ട് അവിഹിത ബന്ധമുണ്ട് എന്ന സംശയത്തിലാണ് കൊലപാതകം ചെയ്തത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കൊലപാതകം നടത്തിയത് ഈ 4 പേരും ചേർന്ന് തന്നെയാണ് എന്നാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. FIR രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. കൊലയ്ക്ക് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കലയ്ക്ക് മറ്റൊരാളുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് സംശയത്തിലാണ് കൊലപാതകം നടത്തിയത്. മാത്രമല്ല പെരുമ്പുഴ പാളത്തിൽ വെച്ചിട്ടാണ് കൊലപാതകം നടത്തിയത്. ഒരു ഉറപ്പുള്ളത് മോർണിംഗ് വൈബ്സിലേക്ക് വേണ്ടി സ്വാഗതം. ഇന്ത്യൻ ടീമിന്റെ വരവിൽ അവർ വളരെ സന്തോഷത്തോടുകൂടി ആരാധകരും പങ്കുവയ്ക്കുന്നു. സുനിമോൾ അഭിനന്ദനങ്ങൾ ടീം ഇന്ത്യക്ക്. ഗീതരാജ് വെൽക്കം ഇന്ത്യ ഇന്ത്യൻ ടീം. ഇതിനിടയിൽ ഉണ്ണികൃഷ്ണനും അജയ് BSF ചോദിക്കുന്നു സ്കൂളുണ്ടോ എന്ന്. ഇന്ന് സ്കൂൾ ഇല്ലാതിരിക്കാനുള്ള സാധ്യതയില്ല. കാരണം എന്താണെങ്കിലും ഒരു വിദ്യാഭ്യാസ ബന്ധമുണ്ട് രാജ്യവ്യാപകമായി SFIയും ASFും ചേർന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് ഒരു സ്കൂൾ ഇല്ലാത്ത സാഹചര്യം എന്താണെന്ന് അറിയില്ല. എന്താണെങ്കിലും അതൊക്കെയാണ് കാഴ്ചകൾ. ഇനി ഈ രാവിലത്തെ ഇന്ത്യൻ ടീമിൻ്റെ ആവേശത്തിൻ്റെ സന്തോഷത്തിനിടയിൽ തന്നെ മറ്റൊരു ദുഃഖകരമായിട്ടുള്ള വാർത്ത കൂടി വന്നത് കോഴിക്കോട് നിന്നാണ്.
മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം സംഭവിച്ചു. അത് കോഴിക്കോട് ഫറോക്ക് സ്വദേശി മൃദുലാണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മൃദുൽ. 2 മാസത്തിനിടെ മരണം സംഭവിക്കുന്നത്, അതായത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം കൊണ്ട് മരിക്കുന്ന 3ാമത്തെ കുട്ടിയാണ് മൃദുൽ. MS അനീഷ് കുമാർ അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. അനീഷ്, ഈ കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം അത് സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ മൃദുലിൻ്റെ മരണം സംഭവിച്ചു. വലിയ ജാഗ്രതയും ഒരുക്കങ്ങളും ഒക്കെ അവിടെ നടന്നിരുന്നു. പക്ഷേ ആ കുട്ടിയെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സങ്കടകരം. എന്താണ് ഹോസ്പിറ്റലിൽ നിന്നുള്ള അറിയിപ്പ്? തീർച്ചയായും എൽദോ, അങ്ങേയറ്റം വേദനാകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് രാവിലെ പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ കുടുംബവും നാട്ടുകാരും ഒന്നടങ്കം പ്രാർത്ഥനയിലും ചികിത്സയിലും ഒക്കെ ആയിരുന്നു. എങ്ങനെയെങ്കിലും ആ 14 വയസ്സുകാരന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്ന് സംബന്ധിച്ച്. എന്നാൽ ആ പ്രാർത്ഥനകളും ചികിത്സയെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആ കുട്ടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ഫാറൂഖ് കോളേജിന് സമീപം ഇരുമൂളിപ്പറമ്പ് കൗസ്തുഭത്തിൽ അജിത് പ്രസാദ് ജ്യോതി ദമ്പതികളുടെ മകനാണ് മൃദുല്. കഴിഞ്ഞ 2 മാസത്തിനിടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടികളുടെ എണ്ണം 3ആയി മാറിയിരിക്കുന്നത് എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. കഴിഞ്ഞ ജൂൺ 24 ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളോടെ മൃദുലിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് മസ്തിഷ്ക ജ്വരമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. രാമനാട്ടുകര നഗരസഭയുടെ കീഴിലുള്ള 5ാം വാർഡിൽ ഉള്ള ഒരു പൊതുകുളത്തിൽ, അച്ചംകുളം എന്ന കുളത്തിലാണ് ഈ കുട്ടി കുളിച്ചത്. ആ കുളിച്ചതിന് ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. കടുത്ത പനി, തലവേദന, ഛർദി തുടങ്ങിയ പലവിധ ലക്ഷണങ്ങളാണ് പ്രകടമാവുകയും ചെയ്ത്. ഇതേ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് രോഗം സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഇന്നലെ രാത്രി 11:24 ഈ മൃദുലിന്റെ മരണമുണ്ടായത്. മൃതദേഹം വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സാധ്യമായ എല്ലാ രീതിയിലുമുള്ള പരിശ്രമങ്ങൾ ചെയ്തു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ഈ മസ്തിഷ്ക ജ്വരത്തിന്, ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കൃത്യമായ ചികിത്സകളില്ല. ചികിത്സ ലക്ഷണങ്ങൾക്കുള്ള ചികിത്സകളാണ്. പലപ്പോഴും പനിക്കും, തലകറക്കം, ഛർദിൽ, അങ്ങനെയുള്ള പല അനുബന്ധ രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സയാണ് നൽകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ചൊരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തുന്ന കുട്ടികളെ രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. കഴിഞ്ഞ മാസം തന്നെ മലപ്പുറം മുന്നൂർ കാളിയാട്ടുമുക്ക് സ്വദേശി ആയ ഫദ്വ എന്ന കുട്ടി ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഒപ്പം കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ബാബുവിന്റെ മകൾ ദക്ഷിണ 13 വയസ്സുള്ള കുട്ടിയും മസ്തിഷ്ക ജ്വരത്തിന് കീഴടങ്ങിയിരുന്നു. ഈ കുട്ടി ജൂൺ ഈ വിനോദയാത്ര സ്കൂളിൽ നിന്നും പോയിരുന്നു മൂന്നാറിലേക്ക്. ആ യാത്രയിൽ ഒരു സ്വകാര്യ കുളത്തിൽ കുളിച്ചതിനെ തുടർന്നാണ് ഈ രോഗബാധ ശരീരത്തിൽ പ്രവേശിച്ചതെന്ന് കരുതുന്നു. എന്തായാലും ഇപ്പോഴും ഈ കേസുകളിലെല്ലാം, ഈ വന്നിരിക്കുന്ന മരണം സ്ഥിരീകരിച്ച കേസുകളിലൊപ്പം രോഗലക്ഷണങ്ങൾ പ്രകടമായ കേസുകളെല്ലാം ഈ പൂളുകളിലും മറ്റു കുളത്തിലുമൊക്കെ കുളിച്ച കുട്ടികൾക്കാണ് ഇത്തരം രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യം ചെറിയ ലക്ഷണങ്ങൾ പ്രകടമാവുകയും പിന്നീട് രോഗം സജീവമായ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണുള്ളത്. എന്തായാലും വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ വേണം എന്നാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. ഒപ്പം ഒരു നടപടിക്രമം SOP, സിസ്റ്റം ഓഫ് പ്രൊസീഡിംഗ്സ്, ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കും എന്ന് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഒരു ജാഗ്രത ഇനി ഈ കുളങ്ങളിലും മറ്റും കുളിക്കുമ്പോഴും പൊതു കുളങ്ങളിലും മറ്റും ഉപയോഗിക്കുമ്പോഴൊക്കെ ആളുകൾ പുലർത്തുമെന്ന് നമുക്ക് കരുതാം. എഴുതാം. വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മൃദുൽ. പക്ഷേ മൃദുലിൻ്റെ ജീവൻ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് മറ്റൊരു മരണം കൂടി സംഭവിക്കുന്നത്. അനീഷ്, വേറെയും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ കോഴിക്കോട്. ആ കുട്ടികളുടെയൊക്കെ ഒരു ആരോഗ്യനില എന്താണ്? 2 കേസുകളാണ് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഒരെണ്ണത്തിന്റെ ഫലം വന്നിട്ടില്ല. മറ്റ് കീഴൂരിൽ വന്ന സംശയമുണ്ടായിരുന്ന 10 വയസ്സുകാരന് രോഗമില്ല എന്ന രീതിയിലാണ്. കാരണം നേരിയ രോഗലക്ഷണങ്ങൾ, ഒരുപക്ഷെ അത് രോഗലക്ഷണങ്ങൾ പോലും അല്ല എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തുന്നുണ്ടായത്. അതുകൊണ്ട് ആ കുട്ടിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റൊരു കുട്ടി, ഈ തിക്കൊടി സ്വദേശിയായ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയാണ്. ആ കുട്ടി വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് ജീവൻ നിലനിർത്തുന്നത്. ഫലം വൈകാതെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കുട്ടിയും തിക്കൊടിയിലെ തന്നെ പയ്യോളി നഗരസഭയുടെ കീഴിലുള്ള ഒരു പൊതുകുളത്തിൽ
കുളിച്ച ശേഷമാണ് രോഗലക്ഷണങ്ങൾ പ്രകടമായത്. നഗരസഭ ഇവിടങ്ങളിൽ പരിശോധന നടത്തുകയും കുളം അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ കുളത്തിൽ കുളിച്ച ആളുകളുടെ ഒരു സമ്പർക്ക പട്ടികയും മറ്റുമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുമുണ്ട്. എന്തായാലും മറ്റ് ആളുകളിൽ ആർക്കും ഈ രോഗബാധ നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഈ രോഗലക്ഷണങ്ങൾ ഉള്ള ഒരു കുട്ടി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുമുണ്ട്. എൽദോ. റൈറ്റ്. എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. ഫറോക്ക് സ്വദേശി മൃദുലാണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് കടന്നുപോയതിനാൽ കുട്ടി വീണ്ടെടുക്കുക ഏറെക്കുറെ പ്രയാസകരമായിരുന്നു. എന്താണെങ്കിലും പരമാവധി ശ്രമിച്ചു, പരമാവധി എഫേർട്ട് എടുത്തു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ആ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പലപ്പോഴും ഈ പൊതു ജലാശയങ്ങളിൽ നിന്നുള്ള കുളികളൊക്കെയാണ് ഇത്തരത്തിൽ ഉണ്ടാകുക എന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് എത്രത്തോളം പക്ഷേ നമുക്കതിനെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. ഇനി മറ്റു വാർത്തകളിലേക്ക് പോയാൽ, തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്ത സംസ്ഥാന സമിതി യോഗത്തിന്റെ തീരുമാനങ്ങളുടെ റിപ്പോർട്ടിങ്ങിനായിട്ടുള്ള CPM-ന്റെ മേഖലാ യോഗങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ്. തെക്കൻ മേഖലാ യോഗമാണ് ഇന്ന് കരുനാഗപ്പള്ളിയിൽ നടക്കുന്നത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കൾ, ലോക്കൽ സെക്രട്ടറിമാർ വരെയുള്ള പ്രാദേശിക നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കും. അടുത്ത ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ള നേതാക്കളെ ഉൾക്കൊള്ളിച്ച് പ്രത്യേക യോഗങ്ങൾ നടത്താനും തീരുമാനമുണ്ട്. ഇതിനുശേഷം 21-22 തീയതികളിൽ ചേരുന്ന സംസ്ഥാന സമിതി യോഗം തെറ്റ് തിരുത്തൽ രേഖയ്ക്ക് അംഗീകാരം നൽകും. ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാരത് ബന്ദാണെന്ന് നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായിട്ടുള്ള സമരമാണ്, പ്രതിഷേധമാണ്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബന്ദ്. SFIയും AISF ഉൾപ്പെടെയുള്ള സംഘടനകളും കേരളത്തിൽ പഠിപ്പ് മുടക്കുന്നുണ്ട്. ഒരു പക്ഷേ എല്ലാവരുടെയും ചോദ്യം ഇതുകൊണ്ടായിരിക്കാം, ഈ ഇന്ന് സ്കൂളുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ. എന്താണെങ്കിലും ഭാരത് വിദ്യാഭ്യാസ ബന്ദാണെന്ന് ഇടത് സംഘടനയുടെ നേതൃത്വത്തിൽ. കാര്യവട്ടം സർക്കാർ കോളേജിൽ KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതും കോൺഗ്രസ് MLA-മാർക്കെതിരെ പോലീസ് കേസെടുത്തതും ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായിട്ടാകും വിഷയം നിയമസഭയിലെത്തുക. കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബില്ലിന്റെ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടും സഭയിൽ വയ്ക്കും. സഹകരണം, തുറമുഖം, ജലസേചന വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയും ഇന്ന് നടക്കുന്നുണ്ട്. AKG സെന്റർ ആക്രമണ കേസിൽ 2ാം പ്രതി സുഹേൽ ഷാജാനുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും. സുഹേലിനെ കഴിഞ്ഞ ദിവസം കോടതി ഈ മാസം 5 വരെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടിരുന്നു. ചോദ്യം ചെയ്ത ശേഷമാകും തെളിവെടുപ്പ് നടത്തുക എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡൽഹിയിൽ നിന്നാണ് സുഹേൽ പിടിയിലാവുന്നത്. 2022-ലായിരുന്നു കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സുഹേൽ എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. 1ാം പ്രതി ജിതിന് വാഹനം എത്തിച്ചു കൊടുത്തതും ആക്രമണത്തിന് പദ്ധതിയിട്ടതും സുഹേലാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, സുഹേലിനെ കഴിഞ്ഞ ദിവസമാണ് രാത്രി എത്തിച്ചത് കേരളത്തിലേക്ക്. ഡൽഹിയിൽ നിന്നും പിടിയിലാവുന്നു. ഇപ്പോഴും സുഹേലിനുമായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നുള്ള തരത്തിലുള്ള സുഹേലിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഇതിലുള്ള ഒരു ഇൻവോൾവ്മെന്റിനെ പറ്റിയോ ഒന്നും കോൺഗ്രസ് നേതൃത്വം കാര്യമായൊന്നും പ്രതികരിക്കുന്നത് കണ്ടില്ല. അപ്പോൾ ഇന്നെന്താണ് അന്വേഷണ സംഘത്തിന്റെ പരിപാടികൾ? തെളിവെടുപ്പ് എപ്പോഴത്തേക്കുണ്ടാവാനാണ് സാധ്യത? സുഹേലിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന കാര്യമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായി എടുത്ത ശേഷം തെളിവെടുപ്പ് എന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ അടുത്ത ദിവസമായിരിക്കും തെളിവെടുപ്പ് നടത്തുക. ഈ കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് സുഹേലിന്റേത്. കാരണം ഈ ആക്രമണം ആസൂത്രണം ചെയ്തത് സുഹേൽ എന്ന ഒരു നിഗമനത്തിലേക്കും കണ്ടെത്തലിലേക്കുമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. ഇതിനാണ് ഈ സ്ഫോടക വസ്തു AK സെന്ററിന്റെ പുറത്ത് എറിഞ്ഞതെങ്കിലും ആ മതിൽക്കെട്ടിലേക്ക് എറിഞ്ഞതെങ്കിലും ഇത് ആസൂത്രണം ചെയ്തത് സുഹേലാണ്. വാഹനം തരപ്പെടുത്തി കൊടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. സംഭവത്തിന് ശേഷം വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. അതിനുശേഷം വിദേശത്ത് ഇന്ത്യയിലുമായി എത്തിയെങ്കിലും അന്വേഷണ സംഘത്തിന്റെ വലയിലായിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ് ഡൽഹിയിൽ പിടിയിലാവുന്നത്. അതിനുശേഷം കൊണ്ടുവരികയായിരുന്നു. AK സെന്ററുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ 2022-ൽ ഉണ്ടായ സംഭവത്തിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടായ സംഭവമാണ്. അന്ന് KPC ഓഫീസിന് നേരെ DYFIയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിന് പ്രതികാരം എന്ന നിലയ്ക്കായിരുന്നു ഈ ആക്രമണം ആസൂത്രണം ചെയ്ത്. സുഹേലിന്റെ അറസ്റ്റോടുകൂടി ഇതിലെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവരും എന്ന പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. എൽദോ.
ശരി, എന്നാലും സുഹൈൽ AKG സെന്റർ ആക്രമണ കേസിൽ അന്വേഷണം അത് തുടരുകയാണ്, പുരോഗമിക്കുകയാണ്. 2 വർഷമായി ആ ആക്രമണം നടന്നിട്ട്. മുതലപ്പുഴയിലെ അപകട പരമ്പരയ്ക്ക് അറുതി വരുത്താൻ ഇന്ന് നിർണായക യോഗമാണ്. കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ വിളിച്ച ഉന്നതതല യോഗമാണ് തിരുവനന്തപുരത്ത് ചേരുന്നത്. സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാനും ഫിഷറീസ് മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും. മുതലപ്പുഴയിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ ശാസ്ത്രീയ മാർഗങ്ങളാകും പ്രധാനമായും യോഗം തേടുക. മുതലപ്പുഴയിലെ 164 കോടി രൂപയുടെ പദ്ധതിക്ക് ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം കിട്ടിയിട്ടില്ല. പദ്ധതിയിലെ നിർദ്ദേശങ്ങളും അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ചയാകും. യോഗത്തിന് ശേഷം മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം മുതലപ്പുഴ സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഈ മുതലപ്പുഴ ഒരു മരണമുനമ്പ് എന്നുള്ള തരത്തിലേക്ക് മാറിയിട്ട് നാളുകളാകുന്നു. അപ്പോൾ ഏറെ നാളായിട്ടുള്ള ആവശ്യമാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നുള്ളത്. പക്ഷേ ഇനിയും അത് സാധിക്കാതെ പോകുന്നു. എത്രത്തോളം പ്രതീക്ഷ വെക്കാം ഇന്നത്തെ യോഗത്തിൽ? എന്തോ വളരെ കണ്ണീരോടെ നമ്മൾ കാണുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാരണം ദുഃഖമാണ് അവിടെ. പലപ്പോഴും ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മാത്രം ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം. അവിടേക്കാണ് ഇപ്പോൾ വളരെ നിർണായകമായ ഒരു നടപടിയിലേക്ക് സർക്കാരുകൾ കടക്കുന്നത്. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി തന്നെ അവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ഒരു നിലയിലേക്ക് പോകുന്നു. ഇപ്പോൾ അവിടെ കോൺഗ്രസിന്റെ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം, അതായത് കോൺഗ്രസ് പ്രവർത്തകർ മാറി സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ മുതലപ്പുഴയിലുണ്ട്. ഇന്ന് ജോർജ് കുര്യൻ, കേന്ദ്ര സഹമന്ത്രി, അദ്ദേഹം അവിടെ സന്ദർശിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മത്സ്യത്തൊഴിലാളി ഗ്രാമം അദ്ദേഹത്തിന്റെ വരവിനെ കാണുന്നത്. കാരണം 164 കോടി രൂപയുടെ പദ്ധതി നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മുതലപ്പുഴയിൽ നിർമ്മാണത്തിൽ മാറ്റം വരുത്തുക, അത് പുലിമുട്ട് കൂടുതൽ കടലിലേക്ക് ഇറക്കി കവാടം വടക്ക് ഭാഗത്തേക്ക് തുറക്കുന്ന തരത്തിലുള്ള ഒരു രൂപരേഖ തയ്യാറാക്കിയിരുന്നു. അതിന് കേന്ദ്രത്തിന്റെ ആദ്യത്തെ അനുമതി ലഭിച്ചിരുന്നു. ഇനി പാരിസ്ഥിതിക ഗ്രീൻ പെർമിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് നിർമ്മാണത്തിലേക്ക് കടക്കാമെന്ന പ്രതീക്ഷയാണ്. വളരെ പെട്ടെന്ന് തന്നെ നിർമ്മാണം ആരംഭിക്കാമെന്നും കരുതുന്നു. കേന്ദ്രമന്ത്രിയുടെ വരവിൽ വലിയ പ്രതീക്ഷ മത്സ്യത്തൊഴിലാളികൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നു. എന്തോ റൈറ്റ്. എന്തായാലും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിളിച്ച യോഗമായതുകൊണ്ടും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി വിഹിതം അത് ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ടും ഇപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മുതലപ്പുഴക്കാർ ഈ യോഗത്തെ ഉറ്റുനോക്കുക. സംസ്ഥാന ഫിഷറീസ് മന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നു. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ ഇന്ന് ചോദ്യം ചെയ്യും. പ്രതികളെ ഇന്ന് തെളിവെടുപ്പിന് എത്തിച്ചേക്കും. ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിച്ചു. ആജ്ഞ രവീന്ദ്രനാണ് ചേരുന്ന വിവരങ്ങളുമായി. ആജ്ഞ, നടുക്കിയ ഒരു കൊലപാതക വാർത്തയായിരുന്നു ആദ്യം ഇതെത്തിയപ്പോൾ. 15 വർഷങ്ങൾക്ക് ശേഷം ആ സത്യം തെളിഞ്ഞു വരുന്ന സാഹചര്യം. എന്താണ് ഇന്നത്തെ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ? എൽദോ, ഇന്ന് അറസ്റ്റിലായിട്ടുള്ള കസ്റ്റഡിയിലുള്ള 3 പ്രതികളുണ്ട്. 2 മുതൽ 4 വരെയുള്ള പ്രതികൾ ജിനു, സോമൻ, പ്രമോദ്, ഇവരെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കുറ്റകൃത്യം നടന്ന ഇടങ്ങളിൽ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, 1-ാം പ്രതി അനിൽകുമാറിനെ എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. അനിൽകുമാർ ഇപ്പോൾ ഇസ്രയേലിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് എംബസിയുമായി ബന്ധപ്പെട്ടതിനുള്ള നീക്കങ്ങൾ വളരെ വേഗത്തിലാക്കാനുള്ള ഒരുക്കങ്ങളും പോലീസ് തുടങ്ങിക്കഴിഞ്ഞു. ഇത് മാത്രമല്ല, അനിൽകുമാറിന്റെ കുടുംബം വഴി സ്വാധീനം ചെലുത്തിയും അനിൽകുമാറിന്റെ അച്ഛനെ കൊണ്ട് കഴിഞ്ഞ ദിവസം വിളിപ്പിച്ചിരുന്നു, മകനെ കൊണ്ട് വിളിപ്പിക്കുന്നു. അത്തരത്തിൽ കുടുംബം വഴിയും സ്വാധീനം ചെലുത്തി എത്രയും വേഗം അനിൽകുമാറിന്റെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങളും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എൽദോ സൂചിപ്പിച്ചതുപോലെ കേരളത്തെ അങ്ങേയറ്റം നടുക്കിയ ഒരു കൊലപാതകം തന്നെയാണ്. 15 വർഷം മുൻപ് തിരോധാന കേസ് രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു കേസ് 15 വർഷത്തിന് ശേഷം അത് കൊലപാതകമാണെന്ന് തെളിയുന്നു. സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടി എന്നുവരെ ഈ 3 പ്രതികളും സമ്മതിച്ചിട്ടുണ്ട്. ഈ 3 പ്രതികളും കുറ്റം സമ്മതിച്ചുവെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടി എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്, പോലീസിന് വ്യക്തതയുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം, അതിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള തെളിവുകൾ, അതായത് സ്ത്രീയുടെ മുടിയുടെ അംശം അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ അംശം, ഇതൊക്കെ കണ്ടുകെട്ടിയെന്ന് പറയുമ്പോഴും ഇവിടെ മറ്റൊരു സാധ്യതയുള്ളത് ഈ ശാസ്ത്രീയ തെളിവുകൾ എത്രത്തോളം
ഇതുമായി ഈ കലയുമായി മാച്ച് ചെയ്യുന്നുണ്ട്, അതിന്റെ DNA എത്രത്തോളം കലയുമായി മാച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫോറൻസിക് തെളിവുകൾ, മറ്റ് ഫോറൻസിക് സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതിനെയൊക്കെ മുൻനിർത്തി വേണം പോലീസിന് ഈ കാര്യത്തിൽ തെളിവുണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ തെളിവില്ലാതെ, ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഇത്രയും കാലം, ഈ 15 വർഷം പിന്നിട്ട ഒരു കേസ് തെളിയിക്കാൻ പ്രയാസമാണ്. ഈ 2 മുതൽ 4 വരെയുള്ള പ്രതികൾ കുറ്റസമ്മതം നടത്തിയെങ്കിൽ പോലും തെളിവെടുപ്പ് പൂർണ്ണമായില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഈ കേസ് കൊണ്ട്, അല്ലെങ്കിൽ ഇതിലേക്ക് ഈ 15 വർഷത്തിന് ശേഷമുള്ള ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഫലമില്ലാതെയാകുന്ന ഒരു സാധ്യത കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് പഴുതടച്ച അന്വേഷണം തന്നെയാണ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണ സംഘത്തിന്റെ നീക്കത്തിൽ അത്ര അവരതിൽ എന്താണ്, ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ പ്രതികൾ രക്ഷപ്പെട്ടേക്കാനുള്ള, അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതകൾ ഇനിയും ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഫോറൻസിക് വിദഗ്ധനായ ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 50 വർഷം വരെ ഒരു മനുഷ്യന്റെ DNA ഈ പറഞ്ഞ പോലെ സെപ്റ്റിക് ടാങ്കിലാണെങ്കിൽ പോലും കണ്ടെടുക്കാൻ കഴിയുമെന്നാണ്. ഒരുപക്ഷെ അത് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ അത് മൃതദേഹം മറവ് ചെയ്തത് അവിടെ ആണെങ്കിൽ അതിൽ നിന്ന് കണ്ടെടുക്കാൻ അത്ര വലിയ പ്രയാസമൊന്നും വിദഗ്ധർക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഈ തെളിവെടുപ്പ് കൊണ്ട് പ്രയോജനമുണ്ടാകും. പക്ഷെ ഇന്നലെ കസ്റ്റഡിയിലേക്ക് ഇവരെ വാങ്ങാൻ വേണ്ടി പോലീസ് നൽകിയ അപേക്ഷയിൽ പ്രധാനമായും പറയുന്നത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. വാഹനം, അതൊരു മാരുതി കാറിലായിരുന്നു കലയെ കൊലപ്പെടുത്തി ഭർത്താവ് കൊണ്ടുവന്ന ഈ പ്രധാന പരാതിക്കാരനായ സുരേഷ് കുമാറിനെ ഈ പറയുന്ന വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച് കാണിച്ചതും, അതിനുശേഷം ഈ ആയിക്കര ജംഗ്ഷനിൽ വെച്ചിട്ടാണ് മറ്റു 3 പേരും കലയുടെ മൃതദേഹം കണ്ടത് എന്ന് വ്യക്തമാക്കുന്നത്. ഈ മാരുതി കാർ കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. കൂടുതൽ പ്രതികൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഈ പറഞ്ഞ പോലെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമോ എന്നറിയണം. ഇത്തരം സാധ്യതകളൊക്കെ, കൊലപാതകത്തിന് മറ്റ് ആയുധങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. കഴുത്തു ഞെരിച്ചാണ് കൊന്നത്, അതായത് കഴുത്തിൽ തുണി മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊന്നത് എന്നാണ് അനിൽകുമാർ പറഞ്ഞതെന്നാണ് മറ്റു പ്രതികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ട ഒരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത്രമാത്രം ദൈർഘ്യമേറിയ ഒരു കാലഘട്ടം, അതിനുശേഷമുള്ള അന്വേഷണമായതുകൊണ്ട് തന്നെ തെളിവുകൾ എത്രത്തോളം ശാസ്ത്രീയമായി സമർപ്പിക്കാൻ കഴിയുമെന്നുള്ള വലിയ ചോദ്യചിഹ്നം നിലനിൽക്കുന്നുണ്ട്. ഈ സെപ്റ്റിക് ടാങ്കിൽ ശേഖരിച്ച സാമ്പിളുകളുടെ അതിൻ്റെയൊക്കെ ഒരു ശാസ്ത്രീയ ഫലം, റിപ്പോർട്ട് എപ്പോഴത്തേക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന സൂചനാജ്ഞ. പക്ഷെ ഫോറൻസിക് ഫലങ്ങൾ വരാൻ അധികം താമസമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്നലെ ഫോറൻസിക്കിന്റെ വിദഗ്ധർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയും പോലീസ് നൽകിയിട്ടില്ല. അതേസമയം DNA പരിശോധന ഫലം വരാൻ കുറച്ച് താമസിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ പോലീസ് കൃത്യമായ ഒരു വ്യക്തമായ ഒരു അന്വേഷണ രീതി എങ്ങനെയാണ്, ഏത് തരത്തിലാണ് എന്നുള്ള ഒരു കാര്യം മീഡിയയോടോ അതല്ലെങ്കിൽ ചെറുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഇത്രയും എല്ലാം സൂചിപ്പിച്ചതുപോലെ ഇത്രയും കാലത്തിന് ശേഷമുള്ള ഒരു കൊലപാതകം തെളിയിക്കുന്നതിന്റെ റിസ്ക് ആയിരിക്കാം. ആ ഒരു സാധ്യതയ്ക്ക് അതിന് വിലങ്ങുതടയാവാൻ വരുന്ന സാഹചര്യങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഒരു മുൻകരുതൽ പോലീസ് എടുക്കുന്നത്. എന്തായാലും ഈ പോലീസിന്റെ ഭാഗത്തുനിന്നും വ്യക്തമായ അത് ഏത് ഭാഗത്തേക്ക്, ഏത് തരത്തിലാണ് അന്വേഷണം നീങ്ങുന്നത് എന്ന് വ്യക്തതയില്ലാത്ത ഒരു നീക്കമാണ്. അത് കഴിഞ്ഞ ദിവസവും നമ്മൾ മാധ്യമപ്രവർത്തകർ അവിടുന്ന് അതിന്റെ ചില കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം കൂടിയുണ്ട്. അത്തരം സാഹചര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് ചില ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കിയാൽ മതിയെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പോലും മാറ്റി നിർത്തിയാൽ പഴുതടച്ചുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഒരു രീതി കൊണ്ടുപോയാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ ഇത്ര കാലം, അതായത് 1.5 പതിറ്റാണ്ട് നീണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊലപാതകം തെളിയിക്കുക എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ ശാസ്ത്രീയ തെളിവുകളുടെ ബലത്തിൽ മാത്രം, പിൻബലത്തോടെ മാത്രമേ തെളിയിക്കാൻ കഴിയുകയുള്ളൂ. അതൊരു വലിയ വെല്ലുവിളിയാണ് പോലീസിനെ സംബന്ധിച്ച്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കല മരിച്ചു, അതല്ല ഈ 15 വർഷത്തിന് ശേഷം ഈ മുൻപ് മിസ്സിംഗ് ആയിരുന്ന കേസിലെ ഒരു സ്ത്രീ മരിച്ചു എന്ന് പോലീസ് തന്നെയാണ് പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ കല ജീവിച്ചിരിപ്പുണ്ടോ, കല മരിച്ചോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം, അതൊരു വലിയ ബാധ്യതയായി പോലീസിന്റെ മുന്നിൽ തന്നെയുണ്ട്. മാത്രമല്ല നമ്മുടെ കേരളത്തിന്റെ ഈ കുറ്റാന്വേഷണ ചരിത്രത്തിൽ നിരവധി കേസുകൾ ഇങ്ങനെ 23 വർഷത്തിന് ശേഷവും കൂടത്തായി കേസ് തന്നെ വലിയ ഉദാഹരണമാണ്. വർഷങ്ങൾക്ക് ശേഷം 2002 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു സ്ത്രീ നിരന്തരം 6 പേര് സൈനൈഡ് കൊടുത്തു കൊന്നു, അത് കൊലപാതകമായിരുന്നു എന്ന് തെളിയിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അത്രയും കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുള്ള
കൊലപാതകങ്ങൾ വരെ തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കല മരിച്ചെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ നമ്മുടെയൊക്കെ ഒരു ചർച്ചയിൽ വന്നതുപോലെ തെളിവുകൾ നശിപ്പിക്കും. ഈ 3 പേർക്കും ഈ അനിൽകുമാർ അവിടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് മാത്രമേ അറിയുള്ളൂ. അയാൾ അവിടുന്ന് അത് മാറ്റിയോ, അതല്ലെങ്കിൽ ആ തെളിവ് നശിപ്പിക്കാൻ അപ്പോൾ തന്നെ അത് അവിടുന്ന് മാറ്റിയോ എന്നുള്ള സാഹചര്യമൊക്കെ മുന്നിൽ കാണാനും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ കൂടി അനിൽകുമാർ നാട്ടിലെത്തി അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം മാത്രമേ അതിലും കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. റൈറ്റ് ആജ്ഞ, എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ആ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളൊക്കെ വളരെ കൃത്യമായി അന്വേഷണ സംഘത്തിന് ഗുണകരമാകുമെന്നും ഈ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള പ്രതികളുടെ കുറ്റസമ്മതമൊക്കെ ഏറ്റവും ഒടുവിൽ കോടതിയിലും ബോധ്യപ്പെടുത്താനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാനാണ്. സത്യം എന്നും നിലനിൽക്കണമല്ലോ, സത്യം തെളിയും ഒരിക്കൽ എന്നുള്ളതാണല്ലോ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കടലാക്രമണം രൂക്ഷമായിട്ടുള്ള വൈപ്പിൻ എടവനക്കാട് സമരം ശക്തമാക്കാൻ സംയുക്ത സമരസമിതി. കടൽഭിത്തി നിർമ്മാണം സംബന്ധിച്ച് ഔദ്യോഗികമായി ഇതുവരെയും ഉറപ്പൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്. എടവനക്കാട് നാളെ സമരസമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യമതിൽ തീർക്കും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്താനും പദ്ധതിയിടുന്നുണ്ട്. മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ ഇന്ന് വൈകിട്ട് അറിയിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, ഇടവനക്കാട്ടുകാരുടെ ആവശ്യങ്ങൾ, ഇടവനക്കാട്ടുകാരുടെ സ്വപ്നം അവിടെ സ്വസ്ഥമായി ജീവിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് എത്തുന്നില്ല കാര്യങ്ങൾ എന്നുള്ള ഒരു ഭയം, ആശങ്ക അവർ ഇപ്പോഴും പങ്കുവയ്ക്കുകയാണോ? എൽദോ, അങ്ങനെ തന്നെയാണ്. കാരണം ഇതുവരെ ഒരു വ്യക്തമായൊരു ഉറപ്പിലേക്ക് ആരും തന്നെ അവർക്ക് നൽകിയിട്ടില്ല. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് മന്ത്രിയുമായിട്ട് ജില്ലാ കളക്ടർ ചർച്ച നടത്തുകയും ഇവിടുത്തെ ഒരു പ്രദേശത്തെ ഒരു ദുരവസ്ഥ അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും നാശനഷ്ടം സംഭവിച്ചതിൻ്റെ വ്യക്തമായൊരു ചിത്രം വകുപ്പ് മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ഇതെല്ലാം തന്നെ ചെയ്തത്. അത് ചർച്ച ചെയ്തതിനു ശേഷം അത്തരം കാര്യങ്ങളിൽ മന്ത്രി കൂടി അദ്ദേഹത്തിന് ബോധ്യമായതിനു ശേഷം ഇവിടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുക എന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടറോട് തന്നെ അറിയിക്കും. അല്ലെങ്കിൽ MLA അടക്കമുള്ള ആളുകൾ ഇക്കാര്യങ്ങളിലെടുത്ത ചർച്ച ചെയ്യണം എന്നുള്ള കാര്യങ്ങളുമായിട്ടെല്ലാം തന്നെ മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ഒരു തീരുമാനം ഇന്ന് അറിയിക്കും. എന്താണ് ഇനി അവിടെ നടപ്പാക്കാൻ പോകുന്നത്, സർക്കാർ എന്തുദ്ദേശിക്കുന്നു എന്നതെല്ലാം ഇന്ന് അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിൽ യാതൊരു രീതിയിൽ ഒരു താമസവും ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെയാണ് സംയുക്ത സമരസമിതി അവരുടെ സമരം തുടർന്നുകൊണ്ട് പോകുക എന്ന രീതിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പ്രകടനവും മറ്റു കാര്യങ്ങളും നടന്നില്ല. പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് ഈ വഴിതടയൽ പോലുള്ള സമരങ്ങളിലേക്കൊന്നും വന്നിരുന്നില്ല. പക്ഷേ ഈ ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ ആ രീതിയിലേക്ക് തന്നെ പോകുമെന്നാണ് അവരുടെ ഒരു നിലപാട്. നാളെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ എടവനക്കാട് മേഖലയിൽ മനുഷ്യ മതിൽ തീർക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MLA വൈപ്പിൻ MLA കെ ഉണ്ണികൃഷ്ണൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അങ്ങനെ ഈ സമരങ്ങൾ ഒരു ഭാഗത്ത് തുടരുമ്പോൾ തന്നെയും സർക്കാർ എന്താണ് തീരുമാനിക്കുന്നത് എന്നത് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ തന്നെ എല്ലാവരും തന്നെ തുടരുന്നുണ്ട്. കാരണം കടൽഭിത്തി അല്ലെങ്കിൽ പുലിമുട്ട ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നിർമ്മിക്കുകയല്ലാതെ ആ മേഖലയിൽ യാതൊരു രീതിയിലുള്ള താൽക്കാലിക പ്രവർത്തനങ്ങൾ കൊണ്ട് എങ്ങും എത്തില്ല. ഇപ്പോൾ നടപ്പാക്കുന്നത് ഒരു അടിയന്തര സംവിധാനം എന്ന രീതിയിൽ ജിയോ ബാഗുകൾ നിർമ്മിച്ചുള്ള കടൽഭിത്തി നിർമ്മാണമാണ്. നേരത്തെയും അതെല്ലാം തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും എവിടെയും എത്തില്ല. അത്രയ്ക്ക് വന്യമായ രീതിയിലാണ് അവിടെ കടലാക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ഇതിനൊരു ഭരണാനുമതിയോ മറ്റോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനെ അറിയിക്കണമെന്ന് അവർ പറയുന്നു. കാരണം ഇതൊരു ചെറിയ രീതിയിൽ നടപ്പാക്കാൻ കഴിയുന്നൊരു പദ്ധതിയല്ല. കിലോമീറ്ററോളം ദൂരത്തിൽ കടൽഭിത്തിയുടെ നിർമ്മാണം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വരുന്നതാണ്. നിലവിൽ കഴിഞ്ഞ ദിവസം CPM അവിടെ സമരം നടത്തിയിരുന്നു. CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തിയിരുന്നു. അവിടെ സന്ദർശിച്ച നേതാക്കൾ പറഞ്ഞത്, CPM ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞത്, ഇത് സംസ്ഥാന സർക്കാരിന് തനിച്ച് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം വലിയ രീതിയിലുള്ളൊരു പദ്ധതിയാണിത്. ഇപ്പോൾ ചെല്ലാനത്ത് അത് നടപ്പാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഒരു വലിയ മേഖലയിലെല്ലാം ഇത് തുടർച്ചയായി നടപ്പാക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഒരു ഇടപെടൽ അടക്കം ഇതിൽ ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ മാത്രം ഇത് മുന്നോട്ട് പോകാനായിട്ട് കഴിയൂ. വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഇക്കാര്യങ്ങളിൽ വേണമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് കടൽഭിത്തി നിർമ്മാണം എന്ന് പറയുന്നത് വലിയ ചിലവ് വരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്താണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്, ചെയ്യാൻ പോകുന്നത് എന്നത് ജില്ലാ കളക്ടറുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇന്ന് വ്യക്തമാക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. നാട്ടുകാരും സമരരംഗത്ത് ശക്തമായി തുടരുന്ന സാഹചര്യമാണ്
ഇടവനക്കാടുള്ളത്. എൽദോ. റൈറ്റ്. എന്നാലും ഇടവനക്കാട്ടുകാരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ആവശ്യം അത് വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും അവർ സമരസമിതി കൃത്യമായിട്ടും നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷമുള്ള സുരേഷ് ഗോപിയുടെ ആദ്യ മണ്ഡല പര്യടനം ഇന്ന് തുടങ്ങുകയാണ്. രാവിലെ 11:30 ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലാണ് ആദ്യ സന്ദർശനം. മണലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിലും സന്ദർശനമുണ്ടാകും. വിനേഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. വിനേഷ്, എന്തൊക്കെയാണ് പദ്ധതിയിട്ടിരിക്കുന്നത് മണ്ഡല പര്യടനത്തിൽ സുരേഷ് ഗോപി? എൽദോ, ഗുരുവായൂർ രാവിലെ 11:30 ആദ്യ പരിപാടി ഉള്ളത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ എത്തും, തൃശ്ശൂരിലെത്തും. എന്തായാലും 11:30 ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ എങ്ങണ്ടിയൂരിലാണ് ആദ്യ പരിപാടിയുള്ളത്. അതിനുശേഷം 12:30 മണലൂർ മണ്ഡലത്തിലെ കാഞ്ഞാണിയിലാണുള്ളത്. പിന്നീട് 3:30 പിന്നെയുള്ള പരിപാടിയുള്ളത്. അത് നാട്ടിക മണ്ഡലത്തിലാണ്, തൃപ്രയാറിലാണ് പരിപാടിയുള്ളത്. അതിനുശേഷം 5 മണിയോടുകൂടി ഇരിങ്ങാലക്കുട മണ്ഡലത്തോടുകൂടി സുരേഷ് ഗോപിയുടെ സന്ദർശനം ഇന്നത്തെ പൂർത്തിയാവും. നാളെ അദ്ദേഹം പാലക്കാട് എത്തുന്നുണ്ട്. സഹമന്ത്രി സുരേഷ് ഗോപിക്കും ഒപ്പം തന്നെ കുര്യനും രണ്ടുപേർക്കും ഇവിടെ സ്വീകരണം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനമായും നമുക്കറിയാം പാലക്കാടും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലും 2 സ്ഥലത്തും ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരെ പരമാവധി ഇറക്കിക്കൊണ്ട് പ്രചാരണം നടത്തുന്നതിനും ഒപ്പം തന്നെ അവരുടെ സാന്നിധ്യം മണ്ഡലത്തിൽ ഉറപ്പിക്കുന്നതിനുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ സുരേഷ് ഗോപി പാലക്കാട് എത്തുമ്പോൾ തന്നെ നമുക്കറിയാം പ്രധാനമായും പാലക്കാട് മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ തന്നെയാണ് നാളെ പരിപാടികളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്ന സന്ദർശനവും ഇതുമായി കൂട്ടിവായിക്കേണ്ടത്, അദ്ദേഹം ചേലക്കര മണ്ഡലത്തിൽ എത്തുന്നില്ലെങ്കിൽ പോലും ചേലക്കര മണ്ഡലം ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വരാത്തത്. എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ, BJP നേതാക്കൾ, ജനസമ്മതരായ നേതാക്കളെ ഇറക്കിക്കൊണ്ട് തന്നെ വലിയൊരു പ്രചാരണം ആയിരിക്കും BJPയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. എന്തായാലും ഇതിപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന രണ്ടാമത്തെ പരിപാടിയാണ്. രണ്ടാമത്തെ പരിപാടിയിലാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഉള്ളത്. വരും ദിവസങ്ങളിലും അദ്ദേഹം പാലക്കാടും അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ മറ്റ് സ്ഥലങ്ങളിലും എല്ലാം തന്നെ സന്ദർശനം നടത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി വിനേഷ്, എന്താണെങ്കിലും സുരേഷ് ഗോപിയുടെ മണ്ഡല പര്യടനം അത് ഇന്ന് 11:30 ആരംഭിക്കുക ഗുരുവായൂരിൽ നിന്ന്. നമ്മൾ നേരത്തെ കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച മൃദുലിൻ്റെ വാർത്ത നമ്മൾ പങ്കുവച്ചിരുന്നു. 14 വയസ്സുകാരനാണ്, ഫറോക്ക് സ്വദേശി. ഇപ്പോൾ മൃദുലിൻ്റെ വീട്ടിൽ നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വളരെ ദുഃഖാർത്ഥമായിട്ടുള്ളൊരു സാഹചര്യമാണെന്നറിയാം. എന്നാലും അപ്പോഴേക്കും അനീഷ് കേൾക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ആ വീട്ടിലത്തെ ഒരു സാഹചര്യം വളരെ പറഞ്ഞറിയിക്കുക പ്രയാസകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് എന്നുറപ്പാണ്. അവിടെ ആളുകൾക്ക് രാവിലെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. മൃദുലിന് അന്തിമോപചാരം അർപ്പിക്കാനായി എപ്പോഴേക്കാണ് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ ആലോചിച്ചിരിക്കുന്നത്? ഇന്ന് തന്നെയാണോ? എപ്പോഴെത്തിക്കും മൃദുലിൻ്റെ ഭൗതിക ശരീരം? എൽദോ, മൃദുലിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തിച്ചു. ഇന്നലെ രാത്രി തന്നെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ആ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അങ്ങേറ്റം ദുഃഖകരമായ ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. കാരണം ഒരു 2 മാസത്തിനുള്ളിൽ 3 കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഒരുപക്ഷെ ഈ കാര്യം കൃത്യമായി രോഗം നിർണ്ണയിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാരടക്കം പറയുന്നത്. നമ്മോടൊപ്പം അയൽവാസിയും ചെറുകുന്ന സ്കൂളിലെ അധ്യാപനം ഒക്കെ പക്ഷേ കുറച്ച് നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. തീർച്ചയായിട്ടും, അതായത് ഇവൻ്റെ വിയോഗത്തിൽ വളരെയധികം പ്രയാസം. നമ്മളെ തൊട്ടടുത്ത് തന്നെയുള്ള കുട്ടിയാണ്, അതായത് വളരെ അടുത്ത മോനാണത്. പക്ഷെ അതേസമയം വെച്ചാൽ ഇവർ പനിയും, തുടക്കത്തിൽ തന്നെ പനിയും, പിന്നെ ആദ്യത്തെ ദിവസം പനിയായിരുന്നു. പിന്നെയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ലക്ഷണങ്ങൾ കണ്ട അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാദേശികമായിട്ടുള്ള ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചിരുന്നത്. പക്ഷെ അവർ മെഡിക്കൽ കോളേജിൽ എത്താനും കൂടുതൽ ചികിത്സ കിട്ടാനും 3 ദിവസത്തോളം വൈകി. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു കേസ് ഉണ്ടായത് പിന്നെ ബേബി മൂർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അവർ അറിയുന്നത്. കുളത്തിൽ കുളിച്ചിരുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോഴാണ് ഈ അമീബിക് മെനിഞ്ചൈറ്റിസുമായി ബന്ധപ്പെടുത്തുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. ഏതായാലും അവിടെ എത്തിയതിന് ശേഷം നല്ല ചികിത്സ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. സ്വകാര്യ ആസ്പത്രിയിൽ നിന്നും ആരോഗ്യവകുപ്പും നല്ല രീതിയിൽ തന്നെ അവർ എല്ലാവിധ സഹായ സഹകരണങ്ങളും നടത്തിയിട്ടുണ്ട്.
10 ദിവസത്തോളം ഹോസ്പിറ്റലായിരുന്നു. ഈവൻ വിദേശത്തുനിന്നുള്ള മരുന്ന് വരെ ആരോഗ്യവകുപ്പ് എത്തിക്കുകയും ഇന്നലെ അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛൻ വിദേശത്തായിരുന്നു. അതറിഞ്ഞ പിറ്റേന്ന് തന്നെ വിദേശത്തു നിന്ന് ലീവ് എടുത്ത് ഇവിടെ അവർ പെട്ടെന്ന് ലീവ് കൊടുക്കുകയും നാട്ടിലെത്തുകയും കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇവനെടുത്തോളം നല്ലൊരു നമ്മുടെ പ്രദേശത്ത് സ്കൂളിലൊക്കെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കുട്ടിയായിരുന്നു. ഫുട്ബോൾ കളിയിലും വളരെയധികം മികവ് പുലർത്തിയ കുട്ടിയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ഫുട്ബോൾ മാച്ചിൽ പ്രൈസ് നേടുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രയാസമുണ്ട് ഈ യോഗത്തിൽ. ഈ ഒരു ഡയഗ്നോസിസ് ആണ് ഏറ്റവും നിർണായകം അല്ലെ? ഈ പലപ്പോഴും ഈ പനിയൊക്കെ ആയിട്ട് ആശുപത്രിയിൽ കുട്ടികളുമായി ചെന്നാൽ കൃത്യമായ കാരണങ്ങൾ പറഞ്ഞാൽ അല്ല ഒരുപക്ഷെ ആദ്യ സ്റ്റേജിൽ. അതെ കറക്റ്റ്. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവന് ഫുട്ബോൾ കളിക്കുന്നതുകൊണ്ട് അന്ന് ഒരു ബുധനാഴ്ച ആയിരുന്നു. അപ്പോൾ ബുധനാഴ്ച ഫുട്ബോൾ കളിച്ച ഹെഡ് ചെയ്തിരുന്നപ്പോൾ തലവേദന അതുമായി ബന്ധപ്പെടുത്തി മാത്രം അവിടെ പറഞ്ഞു എന്നല്ലാതെ, പക്ഷേ പിന്നെ ഈ കുളത്തിൽ കുളിച്ച ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇത് കൂടുതൽ അതിനെ ബന്ധപ്പെടുത്താൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ആ രീതിയിൽ ചികിത്സ നടത്തുകയും നമുക്ക് മരുന്ന് കൊടുക്കുകയും കൂടുതൽ രക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. പക്ഷെ എന്ത് തന്നെയായാലും അറിഞ്ഞതിന് ശേഷം നല്ലൊരു ചികിത്സ തന്നെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നഗരസഭയും അതേപോലെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനൊക്കെ ഈ അച്ചൻകുളം അവിടെ നിന്നാണ് ഇത് ബാധിച്ചതെന്ന് പറയപ്പെടുന്നത്. അത് ശുചീകരിക്കുകയും ആളുകൾക്കത് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ പകരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഈ പ്രശ്നം. ഈ ആളുകളൊക്കെ ഒരു ഭയമുണ്ടോ ഈ മേഖലയിൽ? നാട്ടുകാരുടെ ഒരു ഭയം ദൂരീകരിക്കാൻ വേണ്ടി പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെ രാമനാട്ടുകര PHCയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയും സംയുക്തമായി ഒരു യോഗം ഈ ഹോസ്പിറ്റലൈസ് ചെയ്തതിന് ശേഷം വിളിക്കുകയുണ്ടായി. ആ യോഗത്തിൽ വെച്ച് ആരോഗ്യവകുപ്പ് വളരെ നല്ല രീതിയിലുള്ള ഈ ഭീതി ജനങ്ങളുടെ മനസ്സിലുള്ള ഭീതി അകറ്റാൻ വേണ്ടി നേതൃത്വപരമായ പങ്കാണ് രാമനാട്ടുകര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയത്. കുളം ശുചീകരിക്കുകയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് വിശിഷ്യ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ടിടപെട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തിയിരുന്നു. പക്ഷേ ഈ അമീബിക് ജ്വരത്തിന്റെ തീവ്രത അത്രയ്ക്കും കടുത്തതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രിയോടുകൂടി മരണം സംഭവിക്കുകയുണ്ടായി. ഒരു തരത്തിലും ജീവൻ പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതുതന്നെയാണ് കുട്ടിയുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു. ഒരുപക്ഷെ കുറച്ചുകൂടി നേരത്തെ ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കുളത്തിൽ കുളിച്ചിരുന്നു എന്ന വിവരം പറയുകയും അത്തരത്തിലുള്ള പ്രോട്ടോക്കോളുകൾ പ്രകാരമുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ കാര്യം അറിയാൻ കഴിയുമായിരുന്നു എന്നാണ് കുടുംബം തന്നെ പറയുന്നത്. എന്തായാലും എല്ലാ സാധ്യമായ ചികിത്സയും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നൽകി. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും നല്ല സഹകരണമുണ്ടായി. വിദേശത്ത് നടക്കുമെത്തിച്ച മരുന്ന് ഇന്നലെ കുട്ടിക്ക് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനോടൊന്നും പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കുട്ടി മാറുന്ന സാഹചര്യമാണുള്ളത്. ഈ നീന്തൽ കുളങ്ങളിലും പൊതുകുളങ്ങളിലുമൊക്കെ കുളിക്കുമ്പോൾ വലിയ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് എന്തായാലും ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റുന്ന സ്വിമ്മിംഗ് പൂളുകളിൽ ഇത്തരത്തിൽ വലിയ അണുബാധയ്ക്ക് സാധ്യതയില്ല എന്ന് പറയുന്നു. ഒപ്പം ഉപ്പുവെള്ളം അടക്കമുള്ള ഇടങ്ങളിലും ഇവ ബാധിക്കില്ല. കടലിൽ കുളിച്ചാലും ഈ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. എന്തായാലും വളരെ കൃത്യമായ ജാഗ്രത ഈ പൊതുജലാശയങ്ങളിൽ കുളിക്കുമ്പോൾ പുലർത്തണമെന്ന നിർദ്ദേശം തന്നെ നൽകുന്നു. ഇപ്പോൾ കുട്ടിയുടെ മൃദുലിന്റെ ഭൗതിക ശരീരം വീട്ടിലാണ്, ഫാറൂഖ് കോളേജിന് സമീപമുള്ള വീട്ടിലാണുള്ളത്. വിദേശത്താണ് പിതാവ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഒരു മാസം മുമ്പാണ് പെരുന്നാൾ അവധിക്ക് ശേഷം മടങ്ങിപ്പോയത്. തുടർന്ന് കുട്ടിക്ക് അസുഖം ബാധിച്ചതോടുകൂടി കഴിഞ്ഞ ആഴ്ച മടങ്ങിയെത്തുകയും ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളും. റൈറ്റ്. അനീഷ് കുമാറാണ് മൃദുലിൻ്റെ വീട്ടിൽ നിന്നാണ് അനീഷ് കുമാർ പങ്കുചേർന്നത്. അവിടെയുള്ള അയൽക്കാരൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ അവിടെ ഒരു ആശങ്ക ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ പോലും ആദ്യമേ ഇതായിരുന്നു ലക്ഷണം എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ ഭേദപ്പെട്ട ചികിത്സയിലേക്ക് എത്താമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അവർ. പക്ഷേ എന്താണെങ്കിലും നമുക്ക് ആ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. 12 മണിക്ക് സംസ്കാരം നടക്കും. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. ഇടവേള കൂടി.
കാറിലാണ് മൃതദേഹം കൊണ്ടുപോയത്. 2009 ഈ കൊലപാതകം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 302, 201, 34 എന്നീ വകുപ്പുകളാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്നത്. മാന്നാറിലെ ഈ കല എന്ന് പറയുന്ന സ്ത്രീ തിരോധാനം ആ കേസിലാണ് ഇതുവരെയും ആ കേസിൽ പോയിരുന്നത്. 15 കൊല്ലമായി കലയെ കാണാതായിട്ട് എന്നാണ് ഈ അനിൽകുമാർ കലയുടെ വീട്ടുകാരെ വിശ്വസിച്ചിരുന്നത്. കല അവർക്ക് അവിഹിത ബന്ധമുള്ള ഒരു പാലക്കാട് സ്വദേശി സൂരജ് എന്നൊക്കെ ആ പേര് പറഞ്ഞിരുന്നു. അവരുമായി ഒളിച്ചോടിപ്പോയി എന്നായിരുന്നു ഈ അനിൽകുമാർ കലയുടെ കുടുംബത്തെ ബോധ്യപ്പെടുത്തിയിരുന്നത്. പക്ഷെ 2 മാസം കഴിഞ്ഞ് അയാൾ പുനർവിവാഹം കഴിക്കുകയും ചെയ്തു. ഈ കേസിൽ നിർണായകമായത് പോലീസിന് 2 ഊമക്കത്തുകൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ നിന്നാണ് ഈ കേസിലേക്കുള്ള ഈ 15 വർഷത്തിന് ശേഷം കേസിലേക്ക് വഴിത്തിരിവായത് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അനിൽകുമാറിന്റെ ബന്ധുവായ ആളുടെ ഭാര്യയാണ് ഈ കത്തെഴുതിയത് എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അത് ആരെന്ന് വ്യക്തമായിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇയാൾ ഈ അനിൽകുമാറിന്റെ ബന്ധു ഭാര്യയോട് കലയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതുപോലെ നിന്നെയും കൊന്ന് കുഴിച്ചും മൂടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് കത്തിൽ പറയുന്നത്. അതേ തുടർന്നാണ് ഇങ്ങനൊരു കൊലപാതക വിവരം ഓമക്കത്തിലൂടെ പുറത്തുവിട്ടത്. 2 ആഴ്ച മുൻപാണ് പോലീസിന് ഇങ്ങനൊരു ഓമക്കത്ത് ലഭിക്കുന്നത്. ഇപ്പോഴും ഈ അയച്ചിരിക്കുന്നത് അനിൽകുമാറിന്റെ ബന്ധുവിന്റെ ജ്യേഷ്ഠന്റെ മകന്റെ ഭാര്യയാണ് എന്നാണ് ഒരു അഭ്യൂഹമുള്ളത്. പക്ഷെ അത് ആ കാര്യത്തിൽ വ്യക്തതയില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കാണ് ഉമക്കത്ത് ലഭിച്ചത്. 15 വർഷം മുൻപാണ് കലയെന്ന യുവതിയെ കാണാതായത്. ഈ പറയുന്നത് പോലെ ഇന്നലെ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് സെപ്റ്റിക് ടാങ്കിൽ കലയെ കൊന്ന് കുഴിച്ചുമൂടി എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ നിന്നും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇനി ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം DNA പോലെയുള്ള മറ്റു പരിശോധനകൾ ഇനിയും നടത്താറുണ്ട്. അതിനുശേഷമാണ് ഇത് കലയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് അനിൽകുമാറിന്റെ ബന്ധുക്കൾ തന്നെയാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് അനിൽകുമാറിന്റെ കാറിൽ തന്നെയാണ് മൃതദേഹം കണ്ടതായും അല്ലെങ്കിൽ മൃതദേഹം മറവ് ചെയ്യാൻ ഇവർ സഹായിച്ചെന്ന് പറയുന്നതും. 15 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞതിന്റെ ഞെട്ടലിലായിരുന്നു നമ്മളെല്ലാവരും. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു വാർത്ത എല്ലാവരിലേക്കും എത്തുന്നത്. ഒരു പക്ഷേ ഈ പ്രതികൾ ഒരിക്കലും പുറത്തു വരില്ല എന്ന് കരുതി അവരത്തരത്തിൽ വളരെ രഹസ്യമായും കൊണ്ടുപോയ ഒരു കുറ്റകൃത്യമാണ് കഴിഞ്ഞ മോർണിംഗ് വൈബ്സ് തുടരുന്നു. ഹാത്രസ് ദുരന്തത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ശ്വാസമുട്ടിയും ആന്തരികാവയവങ്ങളിൽ രക്തം കട്ടപിടിച്ചും നെഞ്ച് തകർന്നും വാരിയലുകൾ പൊട്ടിയുമാണ് മരണങ്ങൾ സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഹാത്രസിനും ഇറ്റയ്ക്കും പുറമെ മധുര, ആഗ്ര, പിലിഫിറ്റ്, അലിഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ആളുകളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സുവി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. എന്നാലും അതിദാരുണമായിട്ടുള്ള ഒരു ദുരന്തമാണ് അവിടെ ഹാത്രസിൽ സംഭവിച്ചത്. ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ. സുവി, എന്താണ് വിവരങ്ങൾ? എൽദോ, ദാരുണമായ വാർത്തകൾ തന്നെയാണ് ഹത്രസിൽ നിന്ന് പുറത്തുവരുന്നത്. ഹത്രസിൽ കൊല്ലപ്പെട്ടവരുടെ അല്ലെങ്കിൽ മരിച്ചവരുടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഞെട്ടിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. മിക്കവരും മരിച്ചിരിക്കുന്നത് ശ്വാസം മുട്ടിയും വാരിയെല്ലുകൾ തകർന്നും നെഞ്ച് തകർന്നുമാണ്. രക്തം കട്ടപിടി തൊറാസിക് കാവിറ്റിയിൽ രക്തം കട്ടപിടിച്ചുമാണ് ഇവരുടെ എല്ലാം മരണം സംഭവിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 121 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇനിയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട്. പോസ്റ്റ്മോർട്ടം ആയവരെല്ലാം ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇന്നലെ കരുതിയിരുന്നത് ഹത്രസിലും ഇറ്റയിലും ഉള്ള ആളുകളാണ് ഈ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തത് എന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. അതിനു പുറമെ അലിഗഡ്, മധുര ഉൾപ്പെടെയുള്ള അന്യദേശത്ത് നിന്നുള്ളവർ പോലും
ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഏതായാലും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. 121 പേരാണ് ഇതുവരെ മരിച്ചിരിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവർ ഇപ്പോഴുമുണ്ട്. ഏതായാലും ഇതിന്റെ എല്ലാം മേൽനോട്ടം, ഈ മൃതദേഹങ്ങൾ കൊടുക്കുക, പരിക്കേറ്റവർക്ക് അടിയന്തര ശുശ്രൂഷ നൽകുക, ഇതിനെല്ലാം വേണ്ടി ഒരു 3 അംഗ മന്ത്രിതല സംഘത്തെയും അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2 ലക്ഷം രൂപയാണ് ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ച സാഹചര്യമാണുള്ളത്. ഏതായാലും ഹത്രസ് ദുരന്തം വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയായി തന്നെ തുടരുകയാണ്. എൽദോ. ശരി സുവി, മറ്റൊരു വാർത്ത കൂടി സുവി അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. വേറൊന്നുമല്ല, ബ്രിട്ടനിൽ പൊതു തെരഞ്ഞെടുപ്പാണ് ഇന്ന്. അപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ലേബർ പാർട്ടി. ഇത്തവണ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് അവരുടെ പ്രതീക്ഷ. 650 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സുവി, എപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരിക? എൽദോ, തെരഞ്ഞെടുപ്പ് ഫലം നാളെയാണ് വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഇന്ന് ബ്രിട്ടൻ പൊതു തെരഞ്ഞെടുപ്പിന് നീങ്ങുകയാണ്. എൽദോ പറഞ്ഞതുപോലെ 650 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രധാന പോരാട്ടം എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ഋഷി സുനക്, അദ്ദേഹമാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. അദ്ദേഹവും സർ കെയർ സ്റ്റാർമർ എന്ന് പറയുന്ന ലേബർ പാർട്ടിയുടെ കെയർ സ്റ്റാർമറും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. ഇത്തവണ ലേബർ പാർട്ടി അധികാരത്തിൽ വരും എന്നൊരു പ്രതീക്ഷയും ആളുകൾക്കുണ്ട്. 14 വർഷമായി തുടർച്ചയായി കൺസർവേറ്റീവ് പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ കുടിയേറ്റം, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, കുടിയേറ്റ നയങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി, ഭൂപരിഷ്കരണത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവയായിരുന്നു വലിയ ചർച്ചാ വിഷയമാക്കിയിരുന്നത് ലേബർ പാർട്ടി. എന്നാൽ ലേബർ പാർട്ടി വന്നാൽ നികുതി കുത്തനെ വർദ്ധിപ്പിക്കും എന്നായിരുന്നു ഋഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടി പറഞ്ഞിരിക്കുന്നത്. 650 സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. 326 സീറ്റുകൾ ലഭിക്കുന്നയാൾക്ക് ഭൂരിപക്ഷമുണ്ടാകും. അങ്ങനെ ഭൂരിപക്ഷത്തിൽ എത്തുന്നയാൾ. ശരി, ബ്രിട്ടനിൽ തെരഞ്ഞെടുപ്പാണ്, നാളെയാണ് അതിന്റെ ഫലം വരിക എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാലും സുബി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, സപ്ലൈകോ അരിക്ക് നൽകിയിരുന്ന സബ്സിഡി കൂടി നിർത്തലാക്കിയതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കുടുംബശ്രീ ജനകീയ ഹോട്ടൽ നടത്തുന്നവർ. സപ്ലൈകോ 10.90 രൂപയ്ക്ക് അരി നൽകുന്നത് നിർത്തിയതോടുകൂടി കിലോയ്ക്ക് 40 രൂപ നിരക്കിലാണ് ഇവർ ഇപ്പോൾ അരി വാങ്ങുന്നത്. ഊണിന് സർക്കാർ നൽകിയിരുന്ന 10 രൂപ സബ്സിഡി നിർത്തലാക്കി 1 കൊല്ലമാകാൻ പോകുമ്പോൾ അരിവില വർധനവ് കൂടി ഉണ്ടാക്കിയ പ്രതിസന്ധി അത് വലുതാണ്. സർക്കാർ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ സംരംഭം നിർത്തേണ്ട നിലയിലാണ് എന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. മഞ്ചേരിയിൽ നിന്ന് CV അനുമോദിന്റെ റിപ്പോർട്ട്. ചുരുങ്ങിയ ചെലവിൽ വയറു നിറയെ ഭക്ഷണം, അതായിരുന്നു കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകൾ. മുൻപ് 20 രൂപയ്ക്കായിരുന്നുവെങ്കിൽ ഇപ്പോൾ 30 രൂപയ്ക്കാണ്. വില വർദ്ധിക്കാനുണ്ടായ സാഹചര്യമൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഇവർ നേരിടുന്നത് വലിയ ഒരു പ്രതിസന്ധിയാണ്. അരിവില വലിയ തോതിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. അതിന് സർക്കാർ നൽകിയിരുന്ന ആനുകൂല്യങ്ങളൊക്കെ ഇല്ലാതായിരിക്കുന്നു. മാത്രമല്ല, പച്ചക്കറി വില ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. കുടുംബശ്രീ ഹോട്ടലുകൾ പൂട്ടിപ്പോകേണ്ട സാഹചര്യത്തിലാണുള്ളത്. ഞാൻ നിൽക്കുന്നത് മഞ്ചേരിയിലെ കുടുംബശ്രീ ജനകീയ ഹോട്ടലിലാണ്. സൂറത്തായും ഒപ്പമുള്ളവരൊക്കെ എന്നോടൊപ്പം ചേരുന്നുണ്ട്. സൂറത്ത, കുറേ കാലം ഈ ഒരു കുടിശ്ശികയ്ക്ക് വേണ്ടി സമരം ചെയ്തതാണ്. ഇപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് ഒന്ന് കരകയറി വരുമ്പോഴാണ് ഈ അരിയുടെ വില വലിയ പ്രതിസന്ധിയാവുന്നത് അല്ലേ? എന്താണ് നിലവിലെ സാഹചര്യം? നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ, അരിക്ക് ഞങ്ങൾക്ക് അരി തന്നിരുന്നു സർക്കാരിൻ്റെ ഇതിൽ നിന്ന്. നമുക്ക് സപ്ലൈകോന്ന് 10 രൂപ 90 പൈസ എന്ന നിലക്കിലായിരുന്നു അരി കിട്ടിയിരുന്നത്. അതിപ്പോൾ 3 മാസമായിട്ട് അരി ഇല്ല, നിർത്തിവെച്ചിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾക്ക് നിർത്തിവെച്ചത്. അതുകൊണ്ട് ഇപ്പോൾ അരി ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങുകയാണ്. 40 രൂപയാണ് 1 കിലോ അരിക്ക്. ഈ 30 രൂപയാണ് ചോറിനും. അപ്പോൾ എങ്ങനെയായാലും ഇത് മുന്നോട്ട് പോവാൻ നല്ല പ്രയാസത്തിലാണ്. കടം കൂടി വരികയാണ്. ഞങ്ങൾക്ക് സബ്സിഡി സബ്സിഡി കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്തിരുന്നത്. അപ്പോൾ പകുതി സബ്സിഡി തന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ആ കിട്ടിയ പൈസ ഫുള്ള് ഞങ്ങൾ കടം വീട്ടാനേ ഉണ്ടായിരുന്നുള്ളൂ. കടമൊക്കെ വീട്ടി നല്ല രീതിയിൽ വീണ്ടും ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അരി നിർത്തലാക്കിയത്. അപ്പോൾ സപ്ലൈകോന്ന് ഞങ്ങളോട് കാരണമൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് അരി നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ ചെലാൻ അടച്ച ആൾക്കാരുണ്ട്. ഇപ്പം ഈ മാസത്തെ അരി കിട്ടും എന്ന ആ തീരുമാനത്തോടു കൂടി ഒരു പൈസ അടച്ചിട്ടും അരി കിട്ടിയിട്ടില്ല. അപ്പൊ പൈസ അവിടെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അടച്ച പൈസ അവിടെ ഉണ്ട്, പക്ഷെ അവർക്ക് അരി കിട്ടിയിട്ടില്ല. 10 രൂപ 90 പൈസ കിട്ടുന്ന അരി 40 രൂപയ്ക്കാണ് വാങ്ങുന്നത്. 40 രൂപക്കാണ് ഞങ്ങൾ അരി വാങ്ങുന്നത്. ഒരു മാസം ഞങ്ങൾക്ക് 700 കിലോ അരി വേണം. ഓരോ ജനകീയ ഹോട്ടലിനും 700 കിലോ അരിന്റെ അടുത്ത് വരുന്നുണ്ട്. ഞങ്ങൾക്ക് 600 കിലോ അരി ആയിരുന്നു കിട്ടിയിരുന്നത്. എന്നാലും ഞങ്ങൾ ബാക്കിയുള്ളത് വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, പുറത്തുനിന്ന് വാങ്ങലായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് അതിങ്ങനെ
ഒരു വലിയ ബാധ്യതകളില്ലാതെ പോകാമായിരുന്നു. പക്ഷേ 25,000 രൂപയുടെ വർധനവുണ്ടായില്ല. അത് അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് വീണ്ടും കടം കുടുങ്ങി. ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട്. അത് 17 ദിവസമായിട്ട് ജില്ലാ മിഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഒപ്പിടാനൊരു അധികാരികൾ അവിടെ ഇല്ല. ആ ഒരു ഇതിൽ ഞങ്ങൾക്ക് ആ പൈസ കിട്ടാതൊക്കെയാണ്. പക്ഷെ അത് കിട്ടിയാലും ഞങ്ങൾക്ക് ഈ ആളുകൾക്ക് കൂലിയായിട്ട് ഞങ്ങൾക്ക് അധികം എക്സ്ട്രാ ആയിട്ട് ഞങ്ങൾക്കുള്ള ഒരു ക്യാഷ് ആയിട്ടാണ് ഞങ്ങളത് ഇതുവരെ വിചാരിച്ചിരുന്നത്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഒരു 10,000 എന്നെങ്കിലും ഞങ്ങൾക്ക് എടുക്കാലോ എന്ന രൂപത്തിലായിരുന്നു, നീക്കി വെക്കാം എന്ന രൂപത്തിലായിരുന്നു. പക്ഷെ അതിപ്പോ കിട്ടിയാലേ ഞങ്ങൾക്ക് കടം വീട്ടാൻ തന്നെയുള്ളൂ. വീണ്ടും ഞങ്ങൾക്ക് കടത്തിന്റെ മേലെ കടങ്ങളായി. കാരണം ഈ അരിയും സാധനങ്ങൾക്കൊക്കെ വില കൂടിയതാണല്ലോ. ഊണിന് കിട്ടിയിരുന്ന 10 രൂപ സബ്സിഡി ഇല്ല. സബ്സിഡി ഒക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. സബ്സിഡി ഒക്കെ നിർത്തിവെച്ചിട്ട് ഓഗസ്റ്റ് മാസം മുതൽ ഞങ്ങൾക്ക് നിർത്തിവെച്ചിട്ടുണ്ട് സബ്സിഡി. അതുകൊണ്ടാണ് 30 രൂപക്ക് ചോറുകൾ കൊടുത്തോളി. ആദ്യം 30 രൂപയായിരുന്നു ചോറിന്. പക്ഷെ 20 രൂപ ഞങ്ങൾ കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാങ്ങലും 10 രൂപ സർക്കാരായിരുന്നു തന്നിരുന്നത്. ഇപ്പൊ എല്ലാം ഇതാക്കിയതോടുകൂടി ഇപ്പൊ 30 രൂപക്കാണ് ഞങ്ങൾ ചോറ് കസ്റ്റമറിന് കൊടുക്കുന്നത്. അതന്നെ വലിയ വില എന്നുള്ള രൂപത്തിലാണ്. സ്കൂൾ കുട്ടികൾക്കൊക്കെ ചില ആളുകൾക്ക് ഞങ്ങൾ വന്നാൽ ചിലപ്പോൾ 20 രൂപക്ക് ഞങ്ങൾ കൊടുക്കണുണ്ട്. ഇവിടെ എല്ലായിടത്തും അങ്ങനെ തന്നെ, എല്ലാ ജനകീയ ഹോട്ടലിലും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ഈ വില കൂടിയപ്പോ ആളുകൾക്ക് പച്ചക്കറി വില കൂടി. ഗ്യാസിന് നല്ല വിലയായിരുന്നു. ഇപ്പൊ കുറച്ച് ആയിട്ട് ഒരു മാസത്തിന്റെ ഇങ്ങോട്ടായിട്ട് ലേശം ഒരു 50 രൂപറ്റേ കുറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോ ഈ കുടിശ്ശികയ്ക്ക് വേണ്ടി നമ്മൾ നടത്തിയ സമരമൊക്കെ കേരളം മുഴുവൻ കണ്ടതാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കുടിശ്ശിക കുറച്ചെങ്കിലും കിട്ടിയത്. ഇനിയിപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യം വരുമോ? ചിലപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ വരും. കാരണം ഓരോ ജനകീയ ഹോട്ടലിനെയും പ്രതിനിധീകരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. മലപ്പുറം ജില്ലയിലുള്ള മുഴുവൻ ജനകീയ ഹോട്ടലിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ അവരെന്നോട് പറയുന്നുണ്ട് നമ്മൾ എന്താ ഇങ്ങനെ പോയാൽ നമുക്ക്, ഞാൻ 1-2 ചാനലുകളിലൂടെ പറഞ്ഞത് കൊണ്ടാവാം എന്നോട് അവരങ്ങനെ പറയുന്നത്. നമുക്ക് ഒരു സമരത്തിന് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഈ അരിയും കിട്ടണം. അതുപോലെ സർക്കാരിൻ്റെ അടുത്ത് നിന്ന് ഈ 10 രൂപ സബ്സിഡി ഇനത്തിൽ 10 ഇല്ലെങ്കിലും 5 തന്നാൽ മതി സൂറാത്ത, നമുക്ക് എന്തെങ്കിലും മാർഗം ചെയ്യല്ലേ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് മലപ്പുറത്ത് മീറ്റിങ്ങിലൊക്കെ പോയിരുന്നു. അപ്പോൾ ചോറിന് വില കൂട്ടാനാണ് അവർ പറയുന്നത്. 40 രൂപ ഇരുന്ന് കഴിക്കാനും 45 രൂപ പാർസലിനും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം. പക്ഷെ ഞങ്ങളത് ചെയ്തിട്ട് കാര്യമില്ല. ഞങ്ങളിവിടെ കസ്റ്റമർ വരുമോ എന്താണുള്ളതാണ്. പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും ഞങ്ങൾക്ക് എല്ലാവരും തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ പോവാണ്. എങ്ങനെയെങ്കിലും ഇത് നടത്തി വന്നില്ലേ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ 6 പേരുണ്ട്. 6 പേരിൽ 2 ആള് ഡെയിലി ലീവ് എടുക്കുകയാണ്. കാരണം ഇവിടെ കൂലി ഉണ്ടാകണില്ല, കൂലി കൊടുക്കാൻ തികയണില്ല. ഇപ്പം ഇനി കിട്ടാല്ല അത് കടത്തിക്ക് തന്നെയുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ആർക്കും അതിൻ്റെ ഒരു നയിച്ചുള്ള വലിയ പ്രതിസന്ധിയാണ് നേരിടുന്ന ഈ സപ്ലൈകോ സബ്സിഡി നിർത്തലാക്കിയത്. എന്നാലും ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ 30 രൂപയ്ക്ക് ഒക്കെ ഭക്ഷണം കഴിക്കുന്ന, വലിയ തോതിൽ ആശ്രയിക്കുന്ന ഒരു സംരംഭമാണല്ലോ. പക്ഷേ അതിൻ്റെ പ്രതിസന്ധിയാണ് അവിടെ സ്ത്രീ വിവരിച്ചത്. അനുമോദാണ് മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, മെത്ത വ്യവസായത്തിൽ 25 വർഷം പൂർത്തിയാക്കി സുനിത മാട്രസ്. രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ലക്ഷറി ഓർത്തോപീഡിക് മാട്രസ് ആയിട്ടുള്ള സിൽക്കി പുറത്തിറക്കി. ഓണത്തിന് ഉപഭോക്താക്കൾക്കായി നാടെങ്ങും നിദ്രാഘോഷം എന്ന കൺസ്യൂമർ ഓഫറും അവതരിപ്പിച്ചു. തീയിൽ നിന്ന് പോലും സുരക്ഷ ഉറപ്പുവരുത്തുന്ന നിലയിൽ തയ്യാറാക്കിയ സിൽക്കിയുടെ പ്രത്യേകത 7 സോണുകളായിട്ടുള്ള തിരിവാണ്. 8,000 മുതൽ 1,00,000 രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങളാണ് സുനിദ്രയിലുള്ളത്. ഉപഭോക്താക്കളുടെ പ്രതീക്ഷകൾ ഇനിയും യാഥാർത്ഥ്യമാക്കുമെന്ന് ഗ്രൂപ്പ് ചെയർമാൻ നവാസ് മീരാൻ പറഞ്ഞു. മോർണിംഗ് വെബ്സിന്റെ സമയം പൂർത്തിയാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.